നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സ്റ്റാർട്ട് ചെയ്യാം. ഇന്നലത്തെ ഹോംവർക്ക് ആയിരുന്നു. രണ്ടാമത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ ഒരു ഹോംവർക്ക്? അത് ഞാൻ ചെയ്ത് നോക്കിയായിരുന്നേ. എനിക്ക് പക്ഷെ ആംഗിൾ മാത്രം കണ്ടുപിടിക്കാൻ പിന്നെ ഒരു ഡൗട്ട് വരുവാണ്. കാരണം എനിക്ക് ഡയഗ്രാം മാത്രം ഞാൻ പിന്നെ ബാക്കി മറ്റേ നമ്മൾ ഇന്നലെ ആ ടെക്സ്റ്റ് ബുക്കിന്റെ അകത്തുള്ള പ്രോബ്ലംസ് ഞാൻ ടീച്ചർ പറഞ്ഞ രീതിയിൽ ഡയഗ്രാം വരച്ച് ചെയ്യാൻ നോക്കി. പക്ഷെ എനിക്ക് ഡയഗ്രാം മാത്രം വരയ്ക്കാനാണ് ഇച്ചിരി പാടുപോലെ വരുന്നത്. ഇതിൽ ശരിക്കും ഇത് മറ്റേതിൽ വരുന്ന ക്വസ്റ്റൻ അല്ലേ? എഫ് ഓഫ് എക്സും എഫ് ഓഫ് ഐയും കമ്പോണന്റുകൾ കാണാനാണ്. അപ്പൊ ഇത് വെച്ചുകൊണ്ട് നമുക്ക് ഡയറക്റ്റ് വരയ്ക്കാലോ. ഇത് സിമ്പിൾ അല്ലേ? ഏത് എങ്ങനെ? ഈ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇപ്പൊ ചെയ്ത് നോക്കിന്ന് പറഞ്ഞില്ലേ? ഇത് കിട്ടിയോ? അല്ല അതിന്റെ അകത്ത് മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കാൻ എളുപ്പമായിരുന്നു. ആംഗിളും മാത്രമായിരുന്നു എനിക്കൊരു ഡൗട്ട് വരുന്നത്. ആംഗിളും ഡയറക്ഷൻ മാഗ്നിറ്റ്യൂഡ് ആക്ച്വലി ഈസി ആയിരുന്നു. പക്ഷെ ഞാൻ എന്താ യൂസ് ചെയ്തതെന്ന് വെച്ചാൽ മറ്റേ ഞാൻ ഇന്നലെ ചെയ്തൊരു മെത്തേഡ് ഇല്ലായിരുന്നു, ആർ ഓഫ് എക്സ് ആൻഡ് ആർ ഓഫ് വൈ എന്നിട്ട് അതിന്റെ സ്ക്വയർ ഇട്ട് മാഗ്നിറ്റ്യൂഡ് ചെയ്യുന്നത് അല്ലേ? അങ്ങനെ അതായിരുന്നു ഞാൻ ചെയ്തത്. പക്ഷെ മറ്റേ ഇതൊന്നേരം ഡയഗ്രാം വരയ്ക്കാണ്ട് ചെയ്യാൻ പറ്റൂല. അതല്ല അങ്ങനെ ചെയ്യുവാണെങ്കിൽ ഡയഗ്രാം പറ്റാത്തത് നമുക്ക് അങ്ങനെ ചെയ്യാം. കുഴപ്പമൊന്നുമില്ല. അതുകൊണ്ട് ആൻസർ കിട്ടിയിരുന്നു. അന്നേരം ആംഗിൾ പറഞ്ഞായിരുന്നു. ഞാനും അങ്ങനെ ചെയ്ത് നോക്കിയിരുന്നു. ഡയഗ്രാം എടുക്കാണ്ട് ചെയ്ത് നോക്കിയപ്പോ എനിക്ക് കറക്റ്റ് ആയ ആൻസർ തന്നെ കിട്ടുന്നുണ്ടായിരുന്നല്ലോ. അതെ. പക്ഷെ അത് കഴിഞ്ഞിട്ട് ആംഗിൾ മാത്രം ഡയഗ്രാം വരയ്ക്കാതെ നമുക്ക് ആംഗിൾ കണ്ടുപിടിക്കാൻ പറ്റുമോ? അങ്ങനെ അല്ലേ? നമുക്ക് ആംഗിൾ ഇക്വേഷൻ ഇട്ട് കൊടുത്താൽ പോരെ? എങ്ങനെയാ ആംഗിൾ കാണുന്നുണ്ടെങ്കിൽ ഒന്നുമില്ലെങ്കിൽ ടാൻ ആൽഫയുടെ ഇവിടെ വരുന്ന ആംഗിൾ ഏതായിരുന്നു? ഇത് രണ്ടാമത്തെ ഭാഗത്തിൽ വരുന്ന ക്വസ്റ്റിനാ. ഇത് ടാൻ ആൽഫ എഫ് ഓഫ് എക്സ്, അതായത് വി ഓഫ് എക്സ് ഡിവൈഡ് ബൈ മോഡ് എഫ് ഓഫ് എക്സ് വെച്ചിട്ട് അത് വെച്ചുകൊണ്ട് ആംഗിൾ കണ്ടെത്തിക്കൂടെ? കാണിച്ചു തരാം മറ്റേട്ടാ. ഈ ലെക്ചറിലെ ഇവിടെ രണ്ട് ആംഗിൾ കാണുന്നതും കണ്ടോ? ഡയറക്ഷൻ വെക്ടർ ഇത് ഇങ്ങനെ ആംഗിൾ കണ്ടൂടെ? ഇങ്ങനെ കാണാൻ നമുക്ക് ഈ ഇക്വേഷൻ യൂസ് ചെയ്യാം. കോസ് എക്സ് കോസ് തീറ്റ എക്സ് എന്ന് പറഞ്ഞാല് വി ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ വി. വി എന്ന് പറഞ്ഞ മാഗ്നിറ്റ്യൂഡ് ഇവിടെ കണ്ടുവച്ചിട്ടുണ്ട്. മാഗ്നിറ്റ്യൂഡ് കിട്ടിയിട്ടുണ്ട് നമുക്ക്. അപ്പൊ വി ഓഫ് എക്സ് ഏതാണ് എക്സിന്റെ ടേം അത് കൊടുത്തിട്ട് ഈ മാഗ്നിറ്റ്യൂഡ് കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആംഗിളായി. അപ്പോഴും സിമ്പിൾ അല്ലേ ചെയ്യാനായിട്ട്? ചെയ്ത് കാണിക്കാമോ പ്രോബ്ലം? ഈ പ്രോബ്ലം തന്നെ ഇപ്പോഴത്തെ പ്രോബ്ലം തന്നെ ഇപ്പൊ ഹോംവർക്ക് പറഞ്ഞില്ലേ, ആ പ്രോബ്ലം തന്നെ നമുക്ക് ചെയ്ത് നോക്കാം. അതായത് ഈ പ്രോബ്ലം ഇതിട്ടാ, ഈ പ്രോബ്ലം ഇവിടെ നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കിയേ. 3 ആംഗിൾ തന്നിട്ടുണ്ട് അല്ലെ? ഇവിടെ നമുക്ക് 3 ആംഗിൾ തന്നിട്ടുണ്ട്. അവിടെ 45ന്റെയും 30ന്റെയും 25യുടെ 3 ആംഗിൾ തന്നിട്ടുണ്ട്. അവിടെ 3 ഫോഴ്സ് അപ്ലൈ ചെയ്യുന്ന 3 ഫോഴ്സ് തന്നിട്ടുണ്ട്. അത് ഒരെണ്ണം 300 ന്യൂട്ടൺ, 200 ന്യൂട്ടൺ, 150 ന്യൂട്ടൺ. അപ്പൊ നമുക്ക് പറഞ്ഞ 3 ഫോഴ്സ് അപ്ലൈഡ് ആണ് ഒരു ഹുക്കിലേക്ക് അല്ലെ? അത് 3 ആംഗിളിൽ നിന്ന് വന്നിട്ട് ഒരു ഹുക്കിലേക്കാണ് അത് ചെയ്യുന്നത്, അപ്ലൈ ചെയ്യുന്നത് ആ ഫോഴ്സ്. അപ്പൊ നമുക്ക് ഡിറ്റർമിൻ ചെയ്യേണ്ടത് എക്സും വൈയും കമ്പോണന്റും റിസൾട്ടന്റ് ഫോഴ്സും ആണ് കാണുന്നത്. അപ്പൊ നമുക്ക് ചെയ്ത് നോക്കാം. നമുക്ക് ആദ്യം എഫ് ഓഫ് എക്സും എഫ് ഓഫ് വൈയും ഇത് കണ്ടെത്താം. അപ്പൊ ഇവിടെ തന്നിരിക്കുന്ന ഹുക്കിന്റെ പിക്ചർ ഒന്നും കൂടി ഇതായിരുന്നു പിക്ചർ അല്ലെ? ഇങ്ങനെയാണ് ആംഗിൾ വരുന്നത്. അപ്പൊ ആദ്യത്തെ നമുക്ക് എക്സ് ഡയറക്ഷൻ, എക്സ് വൈ ഡയറക്ഷൻ. ഈ ക്വസ്റ്റനിൽ ആംഗിൾ കണ്ടുപിടിക്കാൻ ചോദിക്കുന്നില്ല. ഇതില് റിസൾട്ടന്റ് ഫോഴ്സ് മാത്രമേ പറഞ്ഞുള്ളൂ, ആംഗിൾ പറയുന്നില്ല. എഫ് ഓഫ് എക്സും എഫ് ഓഫ് വൈ ആണ്. ഓക്കെ, നമുക്ക് വേറെ ക്വസ്റ്റ്യൻ ചെയ്യാം. ഇതിൽ കാണാൻ പറഞ്ഞിട്ടില്ല. ഇതിൽ എഫ് ഓഫ് എക്സും എഫ് ഓഫ് വൈയും കിട്ടിയാ നമുക്ക് അത് ഈ ക്വസ്റ്റ്യൻ 2 എനിക്ക് ഈസി ആയിരുന്നു. ക്വസ്റ്റ്യൻ 3 ആയിരുന്നു എനിക്ക് മനസ്സിലാവാത്ത. അതിന്റെ അകത്ത് ആ ക്വസ്റ്റ്യൻ എന്താന്ന് എനിക്ക് മനസ്സിലായില്ലായിരുന്നു. ഓക്കെ 3 നമുക്ക് മാഗ്നിറ്റ്യൂഡും ഇക്വിലിബ്രിയം ഈ മെത്തേഡ് നമ്മൾ എടുക്കാൻ മൂന്നാമത്തെ ഭാഗം നമ്മൾ പറയാൻ പോകുള്ളൂ. അപ്പൊ അവിടെ അത് ചെയ്തതിന് ശേഷം ഇത് ചെയ്യാം. അപ്പൊ ഇത് കറക്റ്റ് ആയിട്ട് കിട്ടും.
എന്നാൽ നമുക്ക് ഇന്നലത്തെ ലെക്ചർ മെറ്റീരിയലിൽ നിന്നൊരു പ്രോബ്ലം ഒന്ന് അതിൽ നിന്ന് അത് വെച്ച് ഒരു ആംഗിൾ ഒന്ന് കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ ചെയ്യാമോ? ഇന്നലത്തെ ഫസ്റ്റത്തെ ലെക്ചർ ആയിരുന്നു. ഫസ്റ്റത്തെ അതിൻ്റെ അകത്ത് മറ്റേ ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നല്ലോ, സെക്കൻഡ് വൺ മറ്റേ സോക്കറ്റിന്റെ അകത്ത് ഫോഴ്സ് അപ്ലൈ ചെയ്യുന്ന ഇത് ഈ പ്രോബ്ലം അല്ലേ? ഇതല്ലേ? ഇത് ഇന്നലെ പറഞ്ഞത് ക്ലിയർ ആയില്ല. ഇതിന്റെ ആംഗിൾ കണ്ടുപിടിക്കാൻ നമ്മളിപ്പോ ഡയഗ്രാം ഡ്രോ ചെയ്തിട്ടുള്ള ആംഗിൾ കണ്ടുപിടിച്ചു. അല്ലാണ്ട് ആംഗിൾ കണ്ടുപിടിക്കാൻ വല്ല മെത്തേഡ് ഉണ്ടോ? ഇതിൽ നിന്ന് ആംഗിൾ കണ്ടുപിടിക്കാൻ കാരണം ഞാൻ നേരത്തെ ചെയ്ത മെത്തേഡ് എങ്ങനെയാന്ന് വെച്ചാൽ RX and RY അത് കഴിഞ്ഞിട്ട് RY റൂട്ട് ഓഫ് ഹോൾ സ്ക്വയർ എടുത്തിട്ട് RX സ്ക്വയർ പ്ലസ് RY ഹോൾ സ്ക്വയർ റൂട്ട് ഇട്ടിട്ട് ചെയ്യണല്ലേ? അങ്ങനെ അന്നേരം റിസൾട്ടന്റ് വെക്ടർ കിട്ടി. അതൊന്നേരം എനിക്ക് ഡയഗ്രാം ഡ്രോ ചെയ്യേണ്ടി വന്നില്ലല്ലോ. പക്ഷെ അതുപോലെ തന്നെ ഈ ആംഗിളും കണ്ടുപിടിക്കാൻ അങ്ങനെ എന്തെങ്കിലും ഒരു മെത്തേഡ് ഉണ്ടോ? റിസൾട്ടന്റ് വെക്ടർ അത് റിസൾട്ടന്റ് വെക്ടർ കമ്പോണന്റുകൾ വരുമ്പോഴാണ് നമ്മൾ ഇതിൽ വ്യത്യാസം എന്താണെന്നറിയോ? റിസൾട്ടന്റ് വെക്ടർ നമ്മൾ ഇവിടെ ചെയ്യുന്നത് ഇതിൽ ചെയ്തേക്കണ ഈ മെത്തേഡില്ലേ, ഇത് നമുക്ക് ഇതില് എക്സും വൈയും കമ്പോണന്റുകളൊന്നും ഇല്ല, നേരിട്ട് ചെയ്യണം നമ്മൾ. അപ്പോഴാണ് നമ്മൾ ഈ ഇക്വേഷൻ യൂസ് ചെയ്യുന്നത്. പിന്നെ ഈ XY അതായത് നമ്മൾ ഇരിക്കുന്ന ഈ ടേം XY Z ഈ 4 ഡയറക്ഷൻ ഈ ആംഗിളിൽ വരുമ്പോഴാണ് നമുക്ക് ഇത് 3 എണ്ണമായിട്ട് ഈ 3D പോലെ വരില്ലേ? ഇത് X ആക്സിസ്, ഇത് Y ആക്സിസ്, ഇത് Z ആക്സിസ്. ഈ കേസിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇതിൽ റിസൾട്ടന്റ് ഇങ്ങനെ വരുന്ന കേസിലാണ് നമ്മൾ റിസൾട്ടന്റ് ഫോഴ്സ് കാണുമ്പോൾ ഈ ഇതിൽ കാണുമ്പോഴാണ് നമ്മൾ റിസൾട്ടന്റ് വെക്ടർ R = എക്സും വൈയും മാത്രമാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് കൊടുക്കാം? ഇവിടെ f(x) സ്ക്വയർ പ്ലസ് f(y) സ്ക്വയർ ഇട്ടിട്ട് റിസൾട്ടന്റ് വെക്ടർ കാണാം. ഇതിൽ നമുക്ക് XY ഡയറക്ഷൻ എന്ന് പറഞ്ഞിട്ടില്ല നേരെ. നമ്മൾ അത് ചെയ്യുന്നതിന് മുന്നത്തെ പ്രോബ്ലം ആണ് ഇത് ചെയ്തേക്കുന്നത്. ഇത് ആദ്യത്തെ കേസാണ്. അപ്പൊ ഇതിൽ വെച്ചിട്ട് ഇത് വെച്ചിട്ട് സോൾവ് ചെയ്യാം. ഇനി വരുന്ന പ്രോബ്ലംസുകളില്ലേ, ഇപ്പൊ നമ്മൾ രണ്ടാമത്തെ ലെക്ചറിലാണ് നമുക്ക് ഈ XY ഡയറക്ഷൻ ഒക്കെ പറഞ്ഞത് ഇതിലാണ്. അപ്പൊ ഇതിൽ ചെയ്യുമ്പോൾ മതി ഈ XY ഡയറക്ഷൻ ഇങ്ങനെ എടുത്താൽ മതി. ഇവിടെയാണ് നമ്മൾ XY ഡയറക്ഷൻ ഒക്കെ പറയുന്നത്. കേട്ടാ, ഇങ്ങനെ വരുന്ന ഒരു കേസ്. ഇതിലാണ് നമുക്ക് എക്സും വൈയും സെഡും വരുന്ന ഈ 3 വരുന്ന കേസ് വരുന്നത്. X ആക്സിസിൽ, ഇത് Y ആക്സിസിൽ, അടുത്തത് Z ആക്സിസിൽ. അപ്പൊ ഈ 3 കമ്പോണന്റ് ഇവിടെ നമുക്ക് പെർപെൻഡിക്കുലർ ആയിട്ട് ഇത് 90 ഡിഗ്രിയാണ് ഇവിടെ വരുന്നത്. ഇത് 90 ഡിഗ്രി, ഇത് ഇങ്ങനെ വരയ്ക്കുകയാണെങ്കിൽ 90 ഡിഗ്രി, ഇത് ഇങ്ങനെ വരയ്ക്കുക, ഇവിടെ നിന്ന് ഇങ്ങോട്ട് എടുക്കുമ്പോൾ 90 ഡിഗ്രി. അപ്പൊ ഈ ഇതെന്ന് പറയുമ്പോൾ XY Z കമ്പോണന്റ് പെർപെൻഡിക്കുലർ ആയിട്ട് വരുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇവിടുത്തെ റിസൾട്ടന്റ് ആണ് നമ്മൾ എന്ത് ചെയ്തത്? ഇങ്ങനെ കണ്ടത്. അപ്പൊ നമ്മൾ ഈ പറഞ്ഞ പോലെ V(x) എടുത്തു, ഈ റൂട്ട് ഈ മെത്തേഡ് ഇപ്പൊ നമ്മൾ പറഞ്ഞ മെത്തേഡ് കേട്ടാ. അപ്പൊ ആ പ്രോബ്ലം അത് വെച്ച് ചെയ്താൽ മതി. ഇനി വരുന്ന പ്രോബ്ലത്തിൽ ഇത് പഠിച്ചു കഴിയുമ്പോൾ നമ്മൾ പിന്നെ ഇത് യൂസ് ചെയ്യാം നമുക്ക്. അപ്പൊ ഇവിടെ വരുന്ന സമയത്ത് ഇവിടുത്തെ തീറ്റ കാണാനായിട്ട് ഇവിടെ നമുക്ക് നോക്കിയേ, ഇവിടെ ഒരു ആംഗിൾ ഫോം ചെയ്യുന്നുണ്ട്, θx, ഇവിടെ θy, ഇവിടെ θz. അപ്പൊ ഇവിടെ നമുക്ക് ആവശ്യം ഈ 3 ആംഗിളാണ്. ഈ 3 ആംഗിൾ കാണാൻ വേണ്ടി നമുക്ക് ഈ ഇക്വേഷൻ യൂസ് ചെയ്യാം. കിട്ടിയോ? ആദ്യം f(x) കണ്ടെത്താം, f(x)ഉം f(y)യും f(z)ഉം കണ്ടെത്താം. എന്നിട്ട് നമുക്ക് വേണ്ടത് ഏത് ആംഗിൾ ആണോ കാണേണ്ടത്. ഇപ്പൊ ഈ ആംഗിളാണ് എക്സിലുള്ള ആംഗിളാണ് കാണുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? നമുക്ക് ഈ f(x) ഡിവൈഡഡ് ബൈ ഇതിന്റെ v കണ്ടത്, അതായത് ഈ മൂന്നിന്റെയും ഇപ്പൊ 3 ഉണ്ടെങ്കിൽ 3ന്റെ, 2 ഉണ്ടെങ്കിൽ 2 എടുക്കാം. എന്നിട്ട് അതിന്റെ ഹോൾ സ്ക്വയർ കൊണ്ട് ആഡ് ചെയ്ത് നമ്മൾ ഇവിടെ റിസൾട്ട് മാഗ്നിറ്റ്യൂഡ് കണ്ടെത്തിയിട്ടുണ്ടാവും. ആ മാഗ്നിറ്റ്യൂഡ് കൊണ്ട് ഇവിടുത്തെ v(x)നെ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ആംഗിൾ കിട്ടും. ഏത് ആംഗിളാണോ കാണുന്നത് അതിന് ഈ ഇക്വേഷൻ യൂസ് ചെയ്താൽ മതി. അപ്പൊ ഇത്രയും സിമ്പിൾ ആയില്ലേ? ഇപ്പൊ ക്ലിയർ ആണത്? ഇതാണ് സെക്കൻഡ് ലെക്ചറിൽ പറയുന്ന മെത്തേഡ്. അപ്പൊ ഇത് വെച്ചുകൊണ്ട് ഇതിലത്തെ പ്രോബ്ലം ചെയ്തപ്പോ ഇത് പിന്നെ അഡീഷണൽ കേസ് ആയിരുന്നു. എക്സും വൈയുടെ കോമ്പണന്റും മാത്രം ഉണ്ടായിരുന്നുള്ളത്. ഇവിടുത്തെ പ്രോബ്ലം നമുക്ക് സിമ്പിൾ ആയിരുന്നു. ഇനി ഇത് കഴിഞ്ഞ് വരുന്ന പ്രോബ്ലം നമുക്ക് നോക്കാം.
മൂന്നാമത്തെ മൊഡ്യൂൾ വരുന്ന പ്രോബ്ലത്തിൽ പറയുന്നുണ്ട് ഈ ആംഗിൾ കാണാനായിട്ട്. അവിടെ നമുക്ക് ഇതുപോലെ ചെയ്യാം. ഇതൊക്കെ ചെയ്തതല്ലേ, ഈ പ്രോബ്ലം ഒക്കെ കിട്ടിയെന്നല്ലേ ഇന്നലെ ഇതൊക്കെ പറഞ്ഞത്? ചെയ്തു. ഇതൊക്കെ ഈ സെമി 2 പ്രോബ്ലംസ് എല്ലാം ചെയ്തതാ. അതായത് ലെക്ചർ 2 അല്ലെ, ആ. ഇതൊക്കെ ചെയ്തായിരുന്നു ഇന്നലെ ചെയ്തെന്ന് പറഞ്ഞാണ്. ഇത് കിട്ടുമായിരുന്നു. അപ്പൊ നമുക്ക് 3 ലെക്ചർ 3 നോക്കാം. നമുക്ക് ലെക്ചർ 3 ആംഗിൾ പറയുന്നുണ്ട്. അപ്പൊ നമ്മൾ ഇപ്പൊ ഈ രണ്ടാമത് യൂസ് ചെയ്തത് നമ്മൾ 1 ബൈ സ്റ്റെപ്പ് ആയിട്ട് നോക്കുമ്പോൾ ഫസ്റ്റത്തെ എങ്ങനെയാണോ ഇത് കണ്ടത്, റിസൾട്ടന്റ് വെക്ടർ കണ്ടത്, ആംഗിൾ കണ്ടത് എന്നുള്ളത് നമ്മൾ ആദ്യത്തെ 2 ഇക്വേഷൻ പഠിച്ചു. രണ്ടാമത്തേൽ നമ്മൾ രണ്ടാമത്തെ ഇക്വേഷൻ പഠിച്ചു. ഇപ്പൊ ഇനി ഈ ഇക്വേഷൻ തന്നെ നമ്മൾ വീണ്ടും യൂസ് ചെയ്യുന്നുണ്ട്. ഇനി പോകുന്നോടത്തൊക്കെ ഈ ഇക്വേഷൻ യൂസ് ചെയ്യുന്നത്. മൂന്നാമത്തെ ലെക്ചർ സ്റ്റാർട്ട്. ശരിക്കും ഇമ്പോർട്ടന്റ് ഏതാ? ഫസ്റ്റിലുള്ള ഇമ്പോർട്ടന്റ് ആണോ? അങ്ങനെ എങ്ങനെയായാലും റിസൾട്ടന്റ് വെക്ടറും മാഗ്നിറ്റ്യൂഡും കാണാനേ പറയുന്നുണ്ടാവുള്ളൂ. പക്ഷെ തന്നിരിക്കുന്ന വാല്യൂസിൽ എസ് കോമ്പണന്റോ വൈ കോമ്പണന്റോ ഒക്കെ തന്നിട്ടുണ്ടെങ്കിൽ ഇത് ഇതുപോലെ തന്നെ ചെയ്യേണ്ടി വരും. ഇപ്പൊ നമ്മൾ രണ്ടാമത്തെ ലെക്ചറിൽ പറഞ്ഞ പോലെ. അതില്ലെന്നുണ്ടെങ്കിൽ മറ്റത് യൂസ് ചെയ്യാം. എനിക്ക് രണ്ടാമത്തെ മെത്തേഡ് കുഴപ്പമില്ല, ഈസിയാണ്. പക്ഷെ ഫസ്റ്റ് ആണ് ആ ഡയഗ്രാം വരയ്ക്കുമ്പോഴാണ് നമുക്കില്ലേ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് നോക്കി നോക്കാം. ക്വസ്റ്റ്യൻ പേപ്പറിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ ക്വസ്റ്റ്യൻ നോക്കി നോക്കാം. എങ്ങനത്തെ ഏത് ക്വസ്റ്റ്യൻ ആണ് കൂടുതൽ ചോദിച്ചേക്കുന്നത്? എക്സ് വൈ കമ്പോണന്റ് വരുന്ന ക്വസ്റ്റ്യൻ ആണോ, അല്ലെങ്കിൽ നേരിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണോ, അത് ഫിഗർ ഒന്നും തരാത്ത ഒരു ക്വസ്റ്റ്യൻ ആണോ വരുന്നത് നോക്കാം. ചില സ്ഥലങ്ങളിൽ കണ്ടിട്ടുണ്ട് ഫിഗർ ഇല്ലാത്ത ക്വസ്റ്റ്യൻസുകൾ. അപ്പൊ ഫിഗർ ഇല്ലാത്ത ക്വസ്റ്റ്യൻസുകളാണ് നമ്മൾ വരയ്ക്കേണ്ടി വരുന്നത്. അല്ലെങ്കിൽ പിന്നെ അതിന്റെ ആവശ്യമില്ല. അപ്പൊ ഈ ഫിഗർ ഉള്ളതിൽ അവിടെ പറഞ്ഞിട്ടുണ്ടാവും. അല്ലാത്ത കേസ് നമ്മൾ ഇപ്പൊ ഇവിടെ പറയുന്ന എക്സ് വൈ കമ്പോണന്റ് എന്താണെന്ന് അവിടെ എടുത്ത് പറയുന്നുണ്ടാവും. അപ്പൊ അതുപോലത്തെ ചെയ്യാം. അപ്പൊ നമുക്ക് ഒരു കാര്യം ചെയ്യും, മൂന്നാമത്തെ മൊഡ്യൂളിൽ എന്തൊക്കെയാണ് വരുന്നത് ജസ്റ്റ് ആദ്യം നോക്കാം. പാർട്ടിക്കിളെ പറ്റിയാണ് പറയുന്നത്. പാർട്ടിക്കിൾ നമുക്ക് അറിയായിരുന്നു അല്ലെ, ലൈൻ ഓഫ് ആക്ഷൻ വരുന്നത്. ഇപ്പൊ ഇവിടെ ആദ്യം കാണുന്നത് പാർട്ടിക്കിൾ കാണണം. പിന്നെ കട്ട് മെത്തേഡ് യൂസ് ചെയ്തിട്ട് ഫ്രീ ബോഡി ഡയഗ്രം ഉണ്ടാക്കണം. ഫ്രീ ബോഡി ഡയഗ്രം വരച്ചിട്ട് കട്ട് മെത്തേഡ് യൂസ് ചെയ്ത് ഫ്രീ ബോഡി ഡയഗ്രം വരയ്ക്കണം. അത് ആ കണ്ടീഷൻ ന്യൂട്ടന്റെ ഫസ്റ്റ് ലോ അനുസരിച്ച് ഇക്വിലിബ്രിയം പാർട്ടിക്കിൾ ഇക്വിലിബ്രിയം ആണെന്ന് കണ്ടെത്താം. അങ്ങനെയാണ് നമ്മൾ പ്രോബ്ലം സോൾവ് ചെയ്യണം. ഈ 3 സ്റ്റെപ്പാണ് വരുന്നത്. ആദ്യം പാർട്ടിക്കിൾ ഏത് പാർട്ടിക്കിൾ ആണോ ഫോഴ്സ് വരുന്നത് അത് നോക്കാം. പിന്നെ അത് ഒരു കട്ട് മെത്തേഡ് വെച്ചുകൊണ്ട് എവിടെയാണ് കട്ട് ചെയ്യുന്നത് മാർക്ക് ചെയ്യുക. എന്നിട്ട് ഒരു ഫ്രീ ബോഡി ഡയഗ്രം അത് ഇതെടുത്ത് പുറത്തോട്ട് നമുക്ക് വരയ്ക്കുക. അവിടെ നമുക്ക് ഫസ്റ്റ് ലോ, ന്യൂട്ടന്റെ ഫസ്റ്റ് ലോ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇതാണ് ഇവിടുത്തെ ഇതിൽ പറയുന്നത്. അപ്പൊ നമുക്ക് ആദ്യം പാർട്ടിക്കിൾ എന്താണ് ഐഡന്റിഫൈ ചെയ്യുക. പാർട്ടിക്കിൾ എന്ന് പറഞ്ഞാൽ ഇപ്പൊ 3 ഫോഴ്സ് നോക്കിയാൽ 3 ഫോഴ്സും അപ്ലൈ ചെയ്യുന്നത് വരുന്നൊരു 3 ഫോഴ്സ് ഇവിടെ വരുന്നുണ്ട്. ഫോഴ്സ് 1, ഫോഴ്സ് 2, ഫോഴ്സ് 3. അപ്പൊ ഇവിടെ വരുന്ന ഓരോ ഫോഴ്സിലും വരുന്ന ലൈൻ ഓഫ് ആക്ഷൻ, അല്ലെ ഈ ഫോഴ്സിൽ വരുന്ന ലൈൻ ഓഫ് ആക്ഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെ ആയിരിക്കും. ഇത് 2, 3യുടെ ഈ ഫോഴ്സ് 2ന്റെ ലൈൻ ഓഫ് ആക്ഷൻ 3, 2. അപ്പൊ ഇത് 3ഉം കൂടി വരുന്ന ഈ ഭാഗമില്ലേ, ഈ 3ഉം കൂടി കൂട്ടുമുട്ടുന്ന ഈ ഭാഗമാണ് നമ്മുടെ എന്ന് പറയുന്നത് പാർട്ടിക്കിൾ എന്ന് പറയുന്നത്. ഈ ബ്ലൂവിൽ കൊടുത്തിരിക്കുന്ന ആ പോയിന്റ് ആണ് നമ്മുടെ പാർട്ടിക്കിൾ. അപ്പൊ പാർട്ടിക്കിൾ എന്താണെന്ന് നമ്മൾ ഒരു ഫിഗർ ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ പാർട്ടിക്കിൾ ആദ്യം ആ ക്വസ്റ്റ്യന്റെ പാർട്ടിക്കിൾ ആദ്യം ഐഡന്റിഫൈ ചെയ്യാം. അതിനുശേഷം ഇനി ഇതിൽ വരുന്ന പ്രോബ്ലം ഏതൊക്കെ തരത്തിലാണെന്ന് അവർ പറയുന്നത്. കേബിളിന്റെ കേസിലും റോപ്പിന്റെ കേസിലും നമുക്ക് ഇവിടെ നിന്ന് പ്രോബ്ലം വരാം. ഇങ്ങനെ കേബിൾ വന്നിട്ട് കണക്ട് ചെയ്ത് താഴേക്ക് ഇടുന്ന, അല്ലെങ്കിൽ റോപ്പ് താഴേക്ക് ഇടുന്ന ക്വസ്റ്റ്യൻ വരാം. അല്ലാതെ അതൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നേരിട്ട് സോളിഡ് മെമ്പർ ആയിട്ട്, അതായത് ഡിഫോർമബിൾ സോളിഡ് മെമ്പേഴ്സ് ആയിട്ട് ഇതേപോലെയൊക്കെ ആയിട്ട് തരാം. അപ്പൊ ഇങ്ങനെ വരുന്ന ക്വസ്റ്റ്യൻ ആണ് നമുക്ക് ഈ ഭാഗത്തുനിന്ന് വരാം. അപ്പൊ ആദ്യം എന്ത് ചെയ്യണം, കട്ട് മെത്തേഡ് നോക്കണം. കട്ട് മെത്തേഡ് എന്ന് വെച്ചാൽ ഒരു പ്രത്യേക സിറ്റുവേഷനിൽ ടെക്നിക്ക് യൂസ് ചെയ്യണം. ഫ്രീ ബോഡി ഡയഗ്രം വരയ്ക്കണതിന് മുന്നേ എവിടെ വരും എന്നുള്ളത് ഒന്ന് ഐഡന്റിഫൈ ചെയ്യാം. അതാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. അപ്പൊ ഫോഴ്സ് പാർട്ടിക്കിളിൽ എവിടെയാണ് ഫോഴ്സ് വരുന്നത് എന്നുള്ള അത് നോട്ട് ചെയ്യുന്ന ഒരു മെത്തേഡാണ് ഈ കട്ട് മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ നോക്കിയാൽ നമ്മുടെ ഫിഗർ എടുക്കുന്നത്. അപ്പൊ 2 റോപ്പ് ഇവിടെ പറയുന്നുണ്ട്, ബിയും സിയും. ഇത് രണ്ടും കൂടി കൂട്ടിമുട്ടി ഇവിടെ ഈ അടിയിലേക്ക് ഒരു ഇത് ഇങ്ങനെ നമുക്ക് കിടക്കുന്നുണ്ട്. അപ്പൊ ഇതിൽ നോക്കി ഇവിടെയാണ് നമുക്ക് എന്ത് വരുന്നത്, പാർട്ടിക്കിൾ വരുന്നത്. ഇവിടെ അല്ലേ ഫോഴ്സ് വരുന്നത്. രണ്ടേയും വലിച്ച് ഇവിടേക്കാണ് വരുന്നത്. അപ്പൊ ഇതിൽ നിന്നാണ് ഇവിടെയാണ് വെയിറ്റ് കിടക്കുന്നത്. അപ്പൊ ഇവിടെയാണ് നമുക്ക് എന്താ പറയുക, ഈ സെന്റർ പോയിന്റിലാണ് നമ്മുടെ പാർട്ടിക്കിൾ എന്ന് പറയുന്നത്. അപ്പൊ ഈ പാർട്ടിക്കിൾ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യാം, നമുക്ക് ഇവിടുന്ന് ഒരു വെറുതെ ഇങ്ങനെ ഒരു സർക്കിൾ വരച്ചുകൊണ്ട് ഈ ഫിഗർ തന്നെ താഴെ വരച്ചുകൊണ്ട് ഇങ്ങനെ തന്നിരിക്കുന്ന ഏത് ഫിഗർ ആണോ അതുപോലെ എടുക്കുക. ആ ഫിഗറിനെ താഴേക്ക് വരച്ചുകൊണ്ട് ഇതേപോലെ കട്ട് ചെയ്യണം. ഈ ഫിഗർ തന്നെയാണ് നമ്മൾ ഇവിടെ ഇത് വരച്ചേക്കുന്നത്. ഇതിൽ നിന്നും ഇവിടെ സെന്റർ പോയിന്റ് എ, ഒരു ഡ്രോപ്പ് ബി, ഒരു ഡ്രോപ്പ് സി. അപ്പൊ നമുക്ക് ഇതിനെ നിന്ന് കൊടുക്കാം. ഇവിടെ വരുന്ന ഫോഴ്സ് എയിൽ നിന്നും ബിയിലേക്ക്, എ ടു ബി. അപ്പൊ നമുക്ക് ഇതിനെ എഫ് ഓഫ് ഫോഴ്സ് എ ബി എന്ന് കൊടുക്കാം. ഇത് എ ടു സി, അപ്പൊ ഫോഴ്സ് എ സി കൊടുക്കാം. ഇത് ഫോഴ്സ് എ ഡി കൊടുക്കാം. അപ്പൊ ഫസ്റ്റ് പാർട്ടിക്കിളിനെ നമ്മൾ ഐഡന്റിഫൈ ചെയ്തു. എന്നിട്ട് അവിടെ ഒരു കട്ടൗട്ട് വരച്ചു. എന്തായാലും റീപ്ലേസ് ചെയ്ത് അടുത്ത ഒന്നായിട്ട് വരച്ചു. അപ്പൊ ഇതാണ് നമ്മുടെ കട്ടൗട്ട് എന്ന് പറയുന്നത്. രണ്ടാമത് വരച്ചതാണ് നമ്മുടെ കട്ട് മെത്തേഡ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇതിനെ എന്ത് ചെയ്യാം, ഫ്രീ ബോഡി ഡയഗ്രം വരയ്ക്കാം. ഫ്രീ ബോഡി ഡയഗ്രം വരയ്ക്കുമ്പോൾ ഫ്രീ ബോഡി ഡയഗ്രം എന്ന് പറഞ്ഞാൽ എന്താ,
ഇതേപോലെ നമുക്ക് എക്സ് വൈ കോമ്പോണന്റിൽ കൊണ്ടുവന്ന് വെക്കുന്നതിനാണ് ഈ ഫ്രീ ബോഡി ഡയഗ്രം. അപ്പൊ നമ്മൾ ഇപ്പൊ കട്ടൗട്ട് ചെയ്തെടുത്ത് വെച്ചേക്കണ ആ ഫിഗറിനെ കൊണ്ടുവന്നിട്ട് നമ്മുടെ എക്സ് വൈ ഡയറക്ഷനിൽ കൊണ്ടുവന്ന് വെക്കാം. അതായത് നമ്മൾ ഗ്രാഫ് എടുക്കുമ്പോഴത്തെ മെത്തേഡ്, ഇങ്ങോട്ട് വരുന്നത് എക്സ് ആക്സിസ്, ഇത് വൈ ആക്സിസ്. ഈ ആക്സിസിൽ കൊണ്ടുവന്നിട്ട് നമ്മൾ എടുത്തു വെച്ച ആ കട്ട് ഓഫ് ഇവിടെ കൊണ്ടുവന്ന് വെച്ചു. എന്നിട്ട് നമുക്ക് ഇത് എങ്ങടാ പോകുന്നതും അതിന്റെ ഡയറക്ഷനും ഐഡന്റിഫൈ ചെയ്യാം. അപ്പൊ ആദ്യം കോർഡിനേറ്റ് ആക്സിസ് കണ്ടെത്തി. സെന്ററിൽ വരുന്ന സമയത്ത് ഒരെണ്ണം എക്സിലേക്കും ഒരെണ്ണം വൈയിലേക്കും ഒരെണ്ണം താഴേക്കും പോകുന്നുണ്ട്. അങ്ങനെ 3 ഫോഴ്സ് അപ്പോൾ കിട്ടിയിട്ടുണ്ട്. ഇതിന്റെ ഡയറക്ഷൻ എന്ന് പറയുമ്പോൾ എ സിയുടെ ഡയറക്ഷൻ എന്ന് പറയുമ്പോൾ തീറ്റയും കിട്ടും, ഇവിടെ എ ബിയുടെ ഡയറക്ഷൻ ഇവിടെ ബീറ്റയും കിട്ടും. ഇത് പെർപെൻഡിക്കുലർ ആണ്. അതായത് ഇൻക്ലൈനഡ് ആയിട്ട് വരുന്നതിന് മാത്രമേ ഡയറക്ഷൻ ഉണ്ടാവുള്ളൂ. പെർപെൻഡിക്കുലർ ആകുമ്പോൾ നമുക്ക് എന്ത് വേണ്ട, അതിന്റെ ഡയറക്ഷൻ വരയ്ക്കണ്ട. അപ്പൊ ഈ എഫ് ഓഫ് എഡിക്ക് എന്ത് വേണ്ട, ഡയറക്ഷൻ വേണ്ട. എന്ന് വെച്ചാൽ ഇത് പെർപെൻഡിക്കുലർ ആണ്, ഇത് 90 ഡിഗ്രിയാണ് വരുന്നത്. അപ്പൊ ഇങ്ങോട്ട് വരയ്ക്കുമ്പോൾ അതെന്ത് വേണ്ട, ഇവിടുത്തെ ഡയറക്ഷൻ വേണ്ട, ഇതിന് രണ്ടിനെയും ഡയറക്ഷൻ കൊടുക്കുക. അപ്പൊ ഈ എ സിയുടെ ഡയറക്ഷൻ തീറ്റയെന്നും എ ബിയുടെ ഡയറക്ഷൻ ഇവിടെ ബീറ്റയും കൊടുത്തിട്ടുണ്ട്. ഇത് ഇതുവരെ ക്ലിയർ ആണോ? ഇനി അപ്പൊ ഇതാണ് നമ്മുടെ ഫ്രീ ബോഡി ഡയഗ്രാം. അപ്പൊ ഇനി നമ്മളോട് പറഞ്ഞത് ഫസ്റ്റ് ലോ, ന്യൂട്ടന്റെ ഫസ്റ്റ് ലോ എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്. ന്യൂട്ടന്റെ ഫസ്റ്റ് ലോ എന്ന് പറഞ്ഞാൽ ഒരു റിസൾട്ടന്റ് ഫോഴ്സ് ആക്ട് ചെയ്യുന്ന പാർട്ടിക്കിൾ എന്ന് പറയുന്നത് 0 ആയിരിക്കും എന്ന് പറയുന്നത്. അത് സിഗ്മ എഫ് ഈക്വൽ ടു 0. അതായത് നമ്മൾ ഇരിക്കുന്നത് റെസ്റ്റിൽ ഇരിക്കുകയായിരിക്കും. ആ പാർട്ടിക്കിൾ റെസ്റ്റിൽ ഇരിക്കുന്ന സമയത്ത് അതിന്റെ ഫോഴ്സ് എന്ന് പറയുന്നത് 0 ആയിരിക്കും. അപ്പൊ നമുക്ക് കിട്ടുന്ന എഫ് ഓഫ് എക്സിന്റെ സമ്മും എഫ് ഓഫ് ഐയുടെ സമ്മും എഫ് ഓഫ് സെഡിന്റെ സമ്മും കൂടി ആഡ് ചെയ്തൊക്കെ കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന റിസൾട്ട് എന്തായിരിക്കും, 0 ആയിരിക്കും. അതായത് ചുരുക്കി പറഞ്ഞാൽ ഈ സിഗ്മ എഫ് ഇസ് ഈക്വൽ ടു 0. അതാണ് ഇക്വിലിബ്രിയം കണ്ടീഷൻ. ഇതിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് ന്യൂട്ടന്റെ ഫസ്റ്റ് ലോ എന്ന് പറയുന്നത്. ഇനി നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ഇതൊക്കെ ആയിരിക്കും. അപ്പൊ ഇത് ഓരോന്നും പറഞ്ഞിട്ടുണ്ട്. ഇതെന്ന് പറഞ്ഞാൽ മൊത്തം വെക്ടർ സം ഓഫ് ദി ഫോഴ്സ് ഈക്വൽ ടു 0. 0നോട് ഈക്വൽ ടു 0 ആണ് വരുന്നത്. അപ്പൊ ഇവിടെ വരുന്ന എല്ലാ വെക്ടറിന്റെയും സമ്മ്, അതായത് എക്സിന്റെ സം ഉണ്ടായിരിക്കും, വൈയുടെ കമ്പോണന്റിന്റെ സം ഉണ്ടായിരിക്കും, സെഡ് കമ്പോണന്റിന്റെ സം ഉണ്ടായിരിക്കും. ഇതെല്ലാം കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന റിസൾട്ട് 0 ആണെന്നാണ് പറയുന്നത്. ഇനി നമുക്ക് ഇതിലൊരു പ്രോബ്ലം നോക്കാം. ഇവിടെ നമ്മൾ പറയുന്നത് നോക്കിയാൽ ക്രിയേറ്റിംഗ് എ ഫിഗർ ഷോൺ ബി ഇക്ലിബ്രിയത്തിലാണെന്ന് പറയുന്നുണ്ട്. വി വിഷ് ടു. അപ്പൊ ഇക്ലിബ്രിയം എന്ന കണ്ടീഷൻ നമ്മൾ ഇപ്പൊ ഈ ഭാഗത്തു നിന്നാണ് കിട്ടുന്നത്. അപ്പൊ ഈ വരുന്ന ക്വസ്റ്റിനിൽ ഇക്ലിബ്രിയം കാണാൻ പറഞ്ഞിട്ടുണ്ടാവും. അപ്പൊ ഇപ്പൊ നേരത്തെ കൊടുത്ത പോലെ തന്നെ ഫിഗർ വന്നേക്കണം നോക്കി. ഒരു റോപ്പ് ഇവിടെ നിന്ന് ഇങ്ങോട്ട് വലിക്കുന്നുണ്ട്, ഒരു റോപ്പ് ഇപ്പുറത്തോട്ട് വലിക്കുന്നുണ്ട്. ബി എന്നുള്ള റോപ്പ് ഉണ്ട്, സി എന്നുള്ള റോപ്പ് ഉണ്ട്, ഇവിടെ ഒരു ആംഗിൾ ഫോം ചെയ്യുന്നുണ്ട്, ഇതിലൊരു ആംഗിൾ ഫോം ചെയ്യുന്നുണ്ട്. ഇതിന്റെ സെന്റർ ആണ് നമുക്ക് എ എന്ന് പറയുന്നത്. അപ്പൊ ഇതിൽ നമുക്ക് മാസ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് 75 കിലോ മാസും ഇതിന്റെ ഗ്രാവിറ്റി, താഴേക്ക് വീഴാനുള്ള ഗ്രാവിറ്റി ഇത് 9.8, അതായത് എല്ലായിടത്തും കോമൺ ആണ്. അപ്പൊ ഫോഴ്സ് ഇൻ ഈച്ച് സെക്ഷൻ, എ ബിയുടെയും എ സിയുടെയും ടെൻഷൻ ഫോഴ്സും മാഗ്നിറ്റ്യൂഡും ടെൻഷൻ ഫോഴ്സും കാണാനാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. നമുക്ക് ചെയ്ത് നോക്കാം. അപ്പൊ പാർട്ടിക്കിൾ ആദ്യം ഐഡന്റിഫൈ ചെയ്യണം. പറഞ്ഞു എ എന്ന പോയിന്റിലേക്കാണ് ബിയും സിയും കൂടി നമ്മൾ വലിച്ചു വെച്ചേക്കുന്നത് അല്ലെ. അപ്പൊ പാർട്ടിക്കിൾ ഐഡന്റിഫൈ ചെയ്തു. ഈ സെന്ററിൽ, ഈ ഫിഗറിൽ കാണുന്ന പോലെ സെന്ററിലാണ് പാർട്ടിക്കിൾ. ആ ഭാഗം സർക്കിൾ ഇട്ട് കട്ട് കൊടുത്തു. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഡ്രോ ചെയ്യാം. ഫ്രീ ബോഡി ഡയഗ്രത്തിലേക്ക് ഇത് എടുത്ത് വരയ്ക്കാം. ഫ്രീ ബോഡി ഡയഗ്രം എന്ന് പറയുമ്പോൾ എക്സ് വൈ ഡയറക്ഷനിലേക്കായിരിക്കും വരിക. അപ്പൊ നമുക്ക് എന്ത് കിട്ടും, ഇതേപോലെയാണ് അതിന്റെ ആംഗിൾ ഇരിക്കുന്നത്. കണ്ടോ, ഇത് വരച്ചു. ഒന്ന് എക്സ് ആക്സിസും ഒന്ന് വൈ ആക്സിസ് ആയിട്ട് കൊടുത്ത് താഴേക്ക് വരുന്നത് ഡബ്ല്യു ആണ്. അപ്പൊ ഫ്രീ ബോഡി ഡയഗ്രം നമുക്ക് കിട്ടി. ഇനി പ്രോബ്ലം സോൾവ് ചെയ്യാൻ നോക്കാം. പ്രോബ്ലം സോൾവ് ചെയ്യണമെങ്കിൽ എ എപ്പോഴും എന്താന്ന് പറഞ്ഞു, റെസ്റ്റ് ആണ്, അതായത് ഇക്ലിബ്രിയത്തിലാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ടി ഓഫ് എയും ടി ഓഫ് ബിയും താഴേക്ക് വന്നേക്കുന്ന ഡബ്ല്യൂയും കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടണം, 0 കിട്ടണം. അതല്ലേ നമ്മുടെ ഇക്ലിബ്രിയം കണ്ടീഷൻ. ആ ഇക്ലിബ്രിയം കണ്ടീഷൻ ആണ് ഇവിടെ എഴുതിയേക്കുന്നത്. അത് ഇത് ടി ഓഫ് എ, ഇത് ടി ഓഫ് എ ബി, ഇത് ടി ഓഫ് എ സി, ഇത് താഴെ കിടക്കുന്ന ഡബ്ല്യു. ഇത് മൂന്നും കൂടി ആഡ് ചെയ്യുമ്പോൾ കിട്ടണം, 0 കിട്ടണം എന്ന് പറഞ്ഞു. ഇതാണ് നമ്മുടെ ഇക്ലിബ്രിയം കണ്ടീഷൻ. ഇനി ഈ ഗ്രാഫിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഗ്രാഫ് ഒന്നും കൂടി ഗ്രാഫിക്കിൽ തിരിച്ചിട്ടുണ്ട്. അത് നമുക്ക് ഈ ഇരിക്കുന്നത് എ സി, അതെടുത്ത് നമ്മൾ എന്ത് ചെയ്തു, 30 ഡിഗ്രി താഴത്തെ കൊടുത്ത ഇവിടെ ചെയ്തതുപോലെ തന്നെ 30 ഡിഗ്രി ടി എ സി എടുത്ത് ഗ്രാഫ് വരച്ചു. എന്നിട്ട് നമുക്ക് എന്തെടുക്കുക, ഇതിനെടുത്തിട്ട് ഇപ്പുറത്തോട്ട് ആക്കാം, ട്രയാങ്കിൾ ആക്കാൻ വേണ്ടിയിട്ട് ഇതെടുത്തിട്ട് ഇപ്പുറത്തോട്ട് വെച്ചു. അപ്പൊ നമുക്ക് നോക്കിയ ആംഗിൾ ഇവിടെ 50 ആയിരുന്നു. ഇനി ഇതിന്റെ ബാലൻസ് ഇവിടെ 90 ഡിഗ്രിയിൽ ബാലൻസ് വരുന്നത് 40 ആണ്. ഈ ആംഗിൾ എന്ത് വരും, 40 ആയിരിക്കും. അപ്പൊ ഇവിടെ നിന്ന് വരയ്ക്കുമ്പോഴത്തെ ഈ ആംഗിൾ 40 ആയി. പിന്നെ ഇത് സെന്ററിൽ നമ്മുടെ മൊത്തം ഇത് മുകളിലേക്ക് വരയ്ക്കുകയാണെങ്കിൽ ഇതാണ് നമ്മുടെ ഡബ്ല്യു. ഇത് ഇപ്പുറത്തോട്ട് ഇങ്ങനെ ഈ ആംഗിൾ ഇപ്പുറത്തോട്ട് എടുത്ത് വരച്ചു. ഇതാണ് ഈ ഫിഗർ ഇങ്ങനെയാക്കി. അപ്പൊ നമുക്ക് ടി ബിയും കിട്ടി, ടി എ സിയും കിട്ടി, ഡബ്ല്യൂയും കിട്ടി, എന്റെ കറസ്പോണ്ടിങ് ആംഗിളും കിട്ടി. ഇനി നമുക്ക് നേരത്തെ ഇതിൽ നമ്മൾ പഠിച്ചിട്ടുള്ള കോർഡിനേറ്റ് അനുസരിച്ച് പഠിച്ചിട്ടുള്ള ഇക്വേഷൻ ആണ് ഇവിടെ എഴുതിയേക്കണം. നമുക്ക് ടി എ ബിയുടെ എക്സ് ഐ ഉണ്ടായിരിക്കും, ടി എ ബിയുടെ വൈ ജെ ഉണ്ടായിരിക്കും. അതുപോലെ ടി എ എക്സിനും ഉണ്ടായിരിക്കും ഒരു എക്സ്, ടി എ സിക്കും ഉണ്ടായിരിക്കും ഒരു വൈ.
അത് രണ്ടും കൊടുക്കും. അതുപോലെ ഡബ്ല്യൂനും ഉണ്ടായിരിക്കും ഒരു എക്സും വൈയും കോമ്പിനേഷൻ. എന്ന് വെച്ചാൽ നമ്മോട് പറഞ്ഞേക്കുന്നത് എക്സ് വൈ, ഇവിടെ തന്നിരിക്കുന്നത് 2 ഡയറക്ഷനെ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ നമുക്ക് ഇങ്ങനെ പറഞ്ഞിട്ടുള്ളൂ, ഒന്ന് എക്സ് ആക്സിസും വൈ ആക്സിസും. അങ്ങനെയാണെങ്കിൽ ടിക്ക് എന്തുണ്ടായിരിക്കും, ടി എ ബി എക്സിന് ഒരു ഐ ഉണ്ടായിരിക്കും. അതുപോലെ മുകളിലേക്ക് വരയ്ക്കുമ്പോൾ ടി എ ബിക്ക് വൈക്ക് ഒരു ജെ ഉണ്ടായിരിക്കും. ഇതേപോലെ എ സിക്കും കൊടുക്കുക, ഡബ്ല്യൂനും കൊടുക്കുക, ഈക്വൽ ടു 0. അതാണ് നമ്മുടെ ഇക്വലന്റ് കണ്ടീഷൻസിൽ ഇരിക്കുന്നതുകൊണ്ട് ഈക്വൽ ടു 0 വരും. ഇനി ഇതിനെ സെപ്പറേറ്റ് ആക്കണമെന്നുണ്ടെങ്കിൽ എക്സിന്റെ ടേമുകൾ ഒരുമിച്ച് ആക്കിയിട്ട് അപ്പൊ നമുക്ക് സിഗ്മ എഫ് ഓഫ് എക്സ് ഈക്വൽ 0 എന്നും സിഗ്മ എഫ് ഓഫ് വൈ ഈക്വൽ 0 എന്നും രണ്ടായിട്ട് സോൾവ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം, ഈ ടി ഓഫ് എക്സിന്റെ ടേമുകൾ ഈ ക്വസ്റ്റ്യനിലെ ഇപ്പൊ തന്നിരിക്കുന്ന ഈ ടേമിലെ ഈ എക്സിന്റെ ടേമും ഈ എക്സിന്റെ ടേമും ഈ എക്സ് ടേം കൂടി എടുത്തിട്ട് ഫസ്റ്റ് ഇക്വേഷൻ ഈക്വൽ ടു 0 കൊടുത്തു. അടുത്ത വൈ ടേം 3 എടുത്തുകൊണ്ട് അതും ഈക്വൽ ടു 0 കൊടുത്തു. അപ്പൊ നമുക്ക് ഇതിൽ നിന്നും ഫസ്റ്റ് ടേം ഇത് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ എന്താണ്, സിഗ്മ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 0. അതുപോലെ ഇത് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ സിഗ്മ വൈ ഈക്വൽ ടു 0. ഇപ്പൊ രണ്ട് ടേം ആയി. അപ്പൊ സിഗ്മ എഫ് ഓഫ് എക്സും 0 എന്ന് കിട്ടുന്ന രണ്ട് ഇക്വേഷൻ നമുക്ക് ഇവിടെ ഉണ്ടാക്കി. എന്നിട്ട് അതിൽ നിന്ന് നമുക്ക് അറിയാത്ത രണ്ട് അൺനോണുകൾ ഉണ്ട്. അതായത് ടി ഓഫ് എ ബിയും ടി ഓഫ് എ സിയും നമുക്ക് അറിയില്ല. അത് രണ്ടും കണ്ടെത്താനാണ് പറയുന്നത്. പിന്നെ നോക്കിയേ, ഇനി നമുക്ക് ഈ ഡബ്ല്യു എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, മാസ് ഇൻറ്റു ഗ്രാവിറ്റി. അപ്പൊ മാസ് നമുക്ക് തന്നിട്ടുണ്ടായിരുന്ന 75 എന്നുള്ളതും ഗ്രാവിറ്റി 9.81 ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പൊ ഡബ്ല്യു നമുക്കിവിടെ ആദ്യം കണ്ടെത്താം. അപ്പൊ ഡബ്ല്യു കിട്ടി 736 ന്യൂട്ടൺ എന്ന് കിട്ടി. ഇനി ഇതിൽ നമുക്ക് ഈ ടി ഓഫ് എ ബിയുടെയും ടി ഓഫ് എ സിയുടെയും വാല്യൂ കിട്ടണം. അത് വേണ്ടിയിട്ട് നമുക്ക് ഇതിനെ എക്സ് വൈ ഇങ്ങനെ ഇൻക്ലിനേഷൻ റിസോൾവ് ചെയ്യണം. ഈ ഇക്വേഷനെ ഇവിടെ നിന്ന് ഈ ആംഗിൾ വെച്ച് റിസോൾവ് ചെയ്യണം. ഇത് ആദ്യം നമുക്ക് ഈ ടി ഓഫ് എ ബി എടുക്കാം. ടി ഓഫ് എ ബി എടുക്കുമ്പോൾ ഇതാണ് നമ്മുടെ ലൈൻ അല്ലെ, ഇതാണ് നമ്മുടെ ഫോഴ്സ്. ഈ ഫോഴ്സ് എക്സ് കമ്പോണന്റ്, ഇത് എക്സ് കമ്പോണന്റ്, ഇത് വൈ ഇങ്ങനെ വരയ്ക്കുകയാണെങ്കിൽ ഇത് വൈ ഉണ്ടായിരിക്കും. അപ്പൊ ഇത് എക്സ് കമ്പോണന്റോട് ഫോം ചെയ്യുന്ന ഈ ഭാഗത്ത് വരുന്നത് എന്തായിരിക്കും, ഇതാണ് എക്സ് വരുന്നത്. അപ്പൊ എക്സ് ഈ ആംഗിൾ ഫോം ചെയ്യുന്നതിന് ഇപ്പുറത്ത് വരുന്നത് നമുക്ക് ടി ബി കോസ് 50 എന്നും ഇപ്പുറത്ത് വരുന്നതിന് നമുക്ക് എന്ത് ചെയ്യാം, വൈ കമ്പോണന്റിന്റെ ഈ സൈഡിൽ വരുന്നതിന് നമുക്ക് ടി എ ബി സൈൻ 50 എന്നും കൊടുക്കാം. ഇത് ക്ലിയർ ആണോ? അതുപോലെ തന്നെ ഈ എ സിക്ക് കൊടുക്കാം. ഇവിടെയും ഈ ആംഗിളിന് നേരെ ഇപ്പുറത്ത് വരുന്ന ഈ എക്സ് ആക്സിന് നേരെ വരുന്നത് കോസ് 30 എന്നും വൈക്ക് നേരെ വരുന്നത് സൈൻ 30 എന്നും കൊടുത്തു. പിന്നെ ഡബ്ല്യൂന്റെ വാല്യൂ നമ്മളിവിടെ കണ്ടെത്തിച്ചതായിരുന്നു ഈ 736 എന്നുള്ളത്. ഇത് എങ്ങനെ നെഗറ്റീവ് ആയെന്ന് ചോദിച്ചാൽ ഈ ഇപ്പൊ എക്സ് വൈ ഡയറക്ഷൻ താഴേക്കാണ് പോകുന്നത്. താഴേക്ക് വരുന്ന സമയത്ത് എന്തായിരിക്കും, നെഗറ്റീവും. ഇവിടെ നമുക്ക് ഇതുപോലെ തന്നെ എടുക്കാം. താഴേക്ക് വരുമ്പോൾ നെഗറ്റീവും, മുകളിലേക്ക് വരുമ്പോൾ പോസിറ്റീവ് ആയിട്ട് എടുക്കാം. താഴേക്ക് വരുമ്പോൾ നെഗറ്റീവും, മുകളിലേക്ക് പോകുമ്പോൾ പോസിറ്റീവ് ആയിരിക്കും. അപ്പൊ ഈ ഡബ്ല്യു നമ്മൾ എടുക്കുന്നത് നെഗറ്റീവ് ആയിട്ടാണ്. ഇത് ഡബ്ല്യു താഴേക്ക് വരുന്നതുകൊണ്ട് ഇത് നെഗറ്റീവ് ആയിട്ട് ഡബ്ല്യൂന്റെ വാല്യൂ നമുക്ക് നെഗറ്റീവ് ആയിട്ട് കിട്ടി. ഇവിടെ ക്ലിയർ ആണോ? ഇനി നമുക്ക് ഓരോ പ്രോബ്ലം സോൾവ് ചെയ്യാം. അതായത് ആദ്യം നോക്കിയേ, റൈറ്റ് ഔട്ട് കമ്പോണന്റ് ഇക്വേഷൻ എടുത്ത് എഴുതി. അതായത് നമ്മോട് പറഞ്ഞായിരുന്നു ഈ ടി ഓഫ് എ ബിയും കോസിന്റെ ടേമുകൾ ഒരുമിച്ചാക്കി, സൈനിന്റെ ടേമുകൾ ഒരുമിച്ചാക്കി. ഫസ്റ്റ് ടേം നോക്കിയേ, ഇവിടുത്തെ ടി ഓഫ് എ ബിയും അതുപോലെ ടി ഓഫ് എ ബിയുടെയും ടി ഓഫ് എ സിയുടെയും കോസ് ടേമുകൾ ഒരുമിച്ചാക്കിയപ്പോൾ നമുക്ക് എന്ത് കിട്ടി, ഇവിടെ ഇത് മൈനസ് ആണ്. കാരണം എന്താ വെച്ചാൽ നമുക്ക് എക്സ് വൈ ഡയറക്ഷൻ എടുക്കുന്ന സമയത്ത് ഇപ്പുറത്തോട്ട് വരുമ്പോൾ ഇതിന്റെ എക്സ് ഡയറക്ഷൻ എന്തായിരിക്കും, നെഗറ്റീവ് ആയിരിക്കും അല്ലെ. എക്സ് ഇവിടെ നെഗറ്റീവ് ആയിരിക്കും, ഇവിടെ എക്സ് പോസിറ്റീവാ. അപ്പൊ ഇവിടെ ഈ സൈഡിലേക്ക് ഇത് ടി ഓഫ് എ ബി ഇതിന്റെ ഫോഴ്സ് അപ്ലൈ ഇങ്ങോട്ട് ആരോ വന്നേക്കണം. ഈ ആരോനനുസരിച്ച് ഇത് നെഗറ്റീവായി. അപ്പൊ കോസ് 50 നെഗറ്റീവും വരും. ഇപ്പുറത്തോട്ട് വരുമ്പോൾ എന്താവും, ഇത് റൈറ്റിലോട്ടാണ്. അപ്പൊ ലെഫ്റ്റിലോട്ട് പോകുമ്പോൾ നെഗറ്റീവും, റൈറ്റിലേക്ക് വരുമ്പോൾ പോസിറ്റീവ് ആണ്. അപ്പൊ ഈ എ സിയുടെ ടേം പോസിറ്റീവായി. അപ്പൊ മൈനസ് ടി എ ബി കോസ് 50 ഈക്വൽ ടു ടി എ സി കോസ് 30 ഈക്വൽ ടു 0 എന്ന് കിട്ടും. ഇത് ഒരു ഇക്വേഷൻ നമുക്ക് ഉണ്ടാക്കാം. ഇനി രണ്ടാമത്തത് ഇതിന്റെ താഴെ സൈൻ്റെ കേസ് എടുക്കാം. സൈൻ്റെ കേസ് എടുക്കുമ്പോൾ ടി എ ബി സൈൻ 50യും അതുപോലെ ടി സി സൈൻ 30 എടുക്കുക. ഡബ്ല്യു താഴേക്ക് വന്നിട്ടുള്ളത് മൈനസ് 360 ഡബ്ല്യു കണ്ടെത്തിയിട്ടുണ്ട്. ഇതും കൂടി ഇട്ടിട്ട് ഈക്വൽ ടു 0 എന്ന് കൊടുത്തു. ഇനി ഇതിൽ നിന്നും ഇതിനെ സോൾവ് ചെയ്തിട്ട് നമുക്ക് ടി ഓഫ് ബിയുടെയും എ ബിയുടെയും ടി ഓഫ് എ സിയുടെയും വാല്യൂ കാണണം. അപ്പൊ ഇത് ഇവിടെ സോൾവ് തന്നിട്ടില്ല, നമുക്ക് സോൾവ് ചെയ്ത് നോക്കാം. അങ്ങനെ വരാം, നോക്കിയാലോ. ഇത് ഞാൻ സോൾവ് ചെയ്തായിരുന്നു ആക്ച്വലി. സോൾവ് ചെയ്ത് കിട്ടിയിരുന്നു. എന്നിട്ട് ഈ വാല്യൂ കിട്ടിയായിരുന്നു. ഒന്നില്ലെങ്കിൽ കോസ് 30 ഇവിടെ ഇട്ട് കൊടുത്ത് രണ്ട് ഈക്വൽ ആക്കി കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ നെഗറ്റീവ് ആയതുകൊണ്ട് ഇത് ഈക്വൽ ടു
ഇതൊന്നാക്കി കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിൽ ഏതെങ്കിലും ഒരെണ്ണത്തിന്റെ വാല്യൂ നമുക്ക് സോൾവ് ചെയ്ത് കിട്ടും. ആ വാല്യൂ കൊണ്ട് ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ഇവിടെ നമുക്ക് ഇതിന്റെ 2 വാല്യൂ കിട്ടും. അപ്പൊ അത് കിട്ടിയിരുന്നു അല്ലെ? നമുക്കെന്നാ ഇന്നലെ ഞാൻ ഒരു ഡൗട്ട് ചോദിച്ചില്ലായിരുന്നു മറ്റേ ഹോംവർക്ക് ക്വസ്റ്റ്യനിന്ന്. അത് പറഞ്ഞുതരാമോ? അതെങ്ങനെയാന്ന്? അത് പറഞ്ഞുതരാം. അപ്പൊ ഇതിപ്പോ ഈ വാല്യൂ കിട്ടി, ഇതിന്റെ 2 വാല്യൂ കിട്ടി. ഈ ക്വസ്റ്റ്യൻ ഇത് വേണ്ട. അത് നെഗറ്റീവ് കേസ് ഇവിടെ അസംഷൻ പറയുന്നുണ്ട്, പക്ഷെ നെഗറ്റീവ് കേസ് എടുത്തിട്ടുണ്ടെങ്കിൽ ഇൻകറക്റ്റ് ആയിരിക്കും വരിക. അതുകൊണ്ട് നെഗറ്റീവ് വരുമ്പോൾ ഇതൊന്നും കൂടി നോക്കാം. ഈ ഫിഗർ വരുമ്പോൾ സമയത്ത് ചില സമയത്ത് ക്വസ്റ്റ്യൻ ടെസ്റ്റ് ചോദിക്കുമ്പോ ഇങ്ങനെയും വരാട്ടോ. നോക്കിയേ, ഈ ഫിഗറിൽ ഇത് ഒന്ന് താഴോട്ടും ഒന്ന് രണ്ട് ഡയറക്ഷനിലേക്കാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതിപ്പോ താഴേക്ക് ഇത് മുകളിലേക്കാണ്. നമുക്ക് നേരത്തെ തന്നത് 2 ഡയറക്ഷൻ ഒരേ ഡയറക്ഷനിലായിരുന്നു അല്ലെ? ഒരേ ഡയറക്ഷനിലായപ്പോ നമുക്ക് ഇതിന്റെ പോസിറ്റീവ് വാല്യൂ കിട്ടി. ഇത് ഇനി താഴേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് ഇവരുടെ രണ്ടാമത് ചെയ്തിട്ടേക്കുന്നത്. ഈ ഡയറക്ഷൻ എ ബി എന്ന് പറയുന്നത് ടി ഓഫ് എ ബി താഴേക്കും ടി ഓഫ് എ സി മുകളിലേക്ക് ആവുന്ന കേസിൽ ഇതിന്റെ വാല്യൂ ആണ് ഇവിടെ, ആ ഒരു കേസും കൂടിയാണ് ഇവിടെ താഴെ പറഞ്ഞേക്കുന്നത്. പക്ഷെ ഇതിന്റെ വാല്യൂ എപ്പോഴും നെഗറ്റീവ് ആയിട്ട് വരും. ഇത് താഴേക്ക് വരുന്ന സമയത്ത് റിയൽ ലൈഫിൽ അങ്ങനെ വരും. 2 ഫോഴ്സും മുകളിലോട്ടായിരിക്കല്ലേ? കാരണം അത് ഹാങ് ചെയ്ത് നിൽക്കുന്നോണ്ട്. ഹാങ് ചെയ്ത് നിൽക്കുമ്പോ അങ്ങനെയാണ് വരേണ്ടത്. ഇനി അസംഷൻ ആണ് പറയുന്നത്. ഡയറക്ഷൻ ഇനി മാറ്റി തന്നാല് അത് ഇൻകറക്റ്റ് ആണ്. എപ്പോഴും തന്നെ വരണം, രണ്ടും മുകളിലേക്ക് തന്നെ ആയിരിക്കും വരാം. അത് മിസ്റ്റേക്ക് ആണ്. സൊല്യൂഷൻ വന്നിട്ടുണ്ടെങ്കിൽ അത് കിട്ടില്ല. എന്ന് വെച്ചാൽ നെഗറ്റീവ് വാല്യൂ വരും. നെഗറ്റീവ് വാല്യൂ വരുമ്പോൾ നമുക്കത് കറക്റ്റ് അല്ല എന്നാണ് ആൻസർ ചെയ്ത് വരുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? നെഗറ്റീവ് വാല്യൂ വരും. നെഗറ്റീവ് വാല്യൂ വന്നത് തന്നെ അറിയാതെ ഇൻകറക്റ്റ് ആൻസർ ആണെന്ന്. എന്നുവെച്ചാൽ നെഗറ്റീവ് വരാൻ വഴിയില്ല. അതാണ് അവർ പറയുന്നത്. ഇനി ഇതിൽ രണ്ടാമത്തെ പ്രോബ്ലം ചെയ്തിരുന്നോ? ഈ പ്രോബ്ലം അതും ചെയ്തായിരുന്നു. അത് ചെയ്തായിരുന്നു. ഇത് കിട്ടിയിരുന്നോ? കിട്ടിയായിരുന്നു. ഇതേപോലെ തന്നെ കട്ടൗട്ട് എടുക്കുക. ഇത് നേരിട്ട് വാല്യൂ കൊടുത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനുള്ളൂ. 2 ഇക്വേഷൻ എഫ് ഓഫ് എക്സിന്റെ സീക്വൽ 0 കൊടുത്ത് എഫ് ഓഫ് വൈ സീക്വൽ 0 കൊടുത്ത് നേരെ ചെയ്ത പോലെ അത് കാൽക്കുലേഷൻ ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ട് വാല്യൂ കിട്ടും. അത്രയാണ് ഈ മൂന്നാമത്തെ പറഞ്ഞത്. ഞാൻ 4 കൂടി നോക്കിയിട്ട് നമുക്ക് അങ്ങോട്ട് പോകാം. 2 ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നില്ലേ? 2 ഹോംവർക്ക് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. അതുപോലെ ഇതില് കുറച്ച് തെറ്റ് ഉണ്ട് അവർ തന്നേക്കണത് ഈ ക്വസ്റ്റ്യനിൽ. ഇതും കൂടി ഒന്ന് ജസ്റ്റ് അങ്ങോട്ട് പറഞ്ഞിട്ട് നമുക്ക് അതിലേക്ക് പോകാം. അപ്പൊ ഈ ഫസ്റ്റത്തെ വീക്കിന്റെ ക്ലാസ് നമുക്ക് ഇന്നത്തോടെ തീർക്കാം. പിന്നെ ഇന്നലെ തന്ന 2 ഹോംവർക്കിൽ ആ 2ഉം ഞാൻ ചെയ്ത് കാണിച്ചു തരാം, അല്ലെങ്കിൽ പറഞ്ഞു തരാം എങ്ങനെ ചെയ്യാം. അപ്പൊ ഇതിൽ വരുന്നത് ഇനി ഇതിൽ വരുന്നത് റിജിഡ് ബോഡി എന്താണെന്നും മൊമെന്റ് എന്താണെന്നും അത് വെച്ചിട്ട് സോൾവ് ചെയ്യുന്ന പ്രോബ്ലം നമുക്ക് പഠിക്കാനുള്ളത്. അപ്പൊ റിജിഡ് ബോഡി എന്ന് പറഞ്ഞാൽ നമുക്ക് ഐഡിയൽ ഒബ്ജക്ട് ദാറ്റ് ഡസ് നോട്ട് ഡിഫോം, അതായത് നമ്മൾ ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് അതിന്റെ ഷേപ്പിലോ ഇതൊന്നും ചേഞ്ച് വരാൻ പാടില്ല, ഡിഫോം ചെയ്യാൻ പാടില്ല. അതാണ് റിജിഡ് ബോഡി എന്ന് പറയുന്നത്. ഇവിടെ പറയുന്നുണ്ട്, എക്സാമ്പിൾ തന്നിട്ടുണ്ട്. നോക്കിയേ, ഒരു ബോഡിയിലേക്ക് സെൻട്രലിൽ കൂടെ ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്ത സെൻട്രലിൽ കൂടെയും സൈഡിൽ കൂടെ ഒക്കെ അപ്ലൈ ചെയ്ത സമയത്ത് അതിലോട്ട് വിള്ളൽ സംഭവിക്കുന്നുണ്ട്. അങ്ങനെ വരാൻ പാടില്ല. റിജിഡ് ബോഡി ആണെങ്കിൽ അങ്ങനെ വരില്ല. അതേപോലെ ബെൻഡ് ചെയ്യാനും പാടില്ല. അങ്ങനെയുള്ളതൊന്നും റിജിഡ് ബോഡി അല്ല. റിജിഡ് ബോഡി ആണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും? അതിന്റെ എല്ലാ ഫോഴ്സും കൂടെ ഒരുമിച്ച് വെച്ചിട്ട് ഈ ഫിഗറിൽ ഇതാണ് നമ്മുടെ റിജിഡ് ബോഡി എന്ന് പറയുന്നത്. എത്ര ഫോഴ്സ് ഏത് വഴി കൊടുത്താലും ആ ബോഡിക്ക് എന്ത് ചെയ്യുന്നില്ല? ചേഞ്ച് വരുന്നില്ല, ചേഞ്ച് വരാൻ പാടില്ല. അങ്ങനെ വരുന്ന ബോഡികളാണ് നമ്മൾ റിജിഡ് ബോഡി എന്ന് പറയുന്നത്. ഇത് ക്ലിയർ അല്ലേ? ഇനി പാർട്ടിക്കിളും റിജിഡ് ബോഡിയും തമ്മിലുള്ള വ്യത്യാസം. പാർട്ടിക്കിളിന്റെ ഇക്വേഷൻ നമ്മൾ എന്താ കണ്ടത്? സിഗ്മ എഫ് ഈക്വൽ 0 എന്നാണ് കണ്ടത്. ഒരു പാർട്ടിക്കിൾ സെന്റർ ആണെന്നുണ്ടെങ്കിൽ അതിന്റെ ഇക്വിലിബ്രിയം കണ്ടീഷൻ വരുമ്പോൾ സിഗ്മ എഫ് ഓഫ് എക്സ് ഈക്വൽ 0 എന്ന് കിട്ടും. ഇവിടെ നമുക്ക് എഫ് ഓഫ് എക്സ് ഈക്വൽ ട്രാൻസ്ലേഷൻ ചെയ്യുമ്പോൾ രണ്ടും ഇക്വിലിബ്രിയം സിഗ്മ എഫ് ഓഫ് എക്സ് ഈക്വൽ 0 ആയിരിക്കും. പക്ഷെ ഇവിടെ നമുക്ക് ഏത് ഫോഴ്സിലേക്ക് വേണമെങ്കിൽ ഒറ്റ പോയിന്റിലേക്കാണ് ഈ എല്ലാ ഫോഴ്സുകളും അപ്ലൈ ചെയ്യുന്നത്. ഇവിടെ നമുക്ക് അങ്ങനെയല്ല. ലൈൻ ഓഫ് ആക്ഷൻ വരുന്നത് ഒരു പോയിന്റിലേക്ക് ആണെന്നൊന്നുമില്ല. വേണമെന്നുണ്ടെങ്കിൽ ലെഫ്റ്റ് സൈഡിലേക്ക് അല്ലെങ്കിൽ റൈറ്റ് സൈഡിലേക്ക് അങ്ങനെയൊക്കെ വരാം. പക്ഷെ റൊട്ടേഷൻ ഡസ് നോട്ട് ഒക്കർ, റൊട്ടേഷൻ ഉണ്ടാവില്ല. ഇനി മൊമെന്റ് കാണാനായിട്ട് നമുക്ക് ഇക്വേഷൻ പഠിച്ചിട്ടുണ്ടായിരുന്നു. എഫ് ഇസ് ഈക്വൽ ടു എം ഇൻറ്റു ഒരു ഇക്വേഷൻ ആണ്. മൊമെന്റ് കാണാനുള്ള ഒരു ഇക്വേഷൻ ആണ് മ്യൂ0 ഈക്വൽ ടു ആർ ഇൻറ്റു എഫ്. ഇതൊരു ഇക്വേഷൻ ആണ്. അതുപോലെ അടുത്തൊരു ഇക്വേഷൻ വരുന്നുണ്ട്, മ്യൂ ഈക്വൽ ടു എഫ് ആർ സൈൻ തീറ്റ. ആംഗിളുള്ള കേസിൽ വരുമ്പോൾ നമുക്ക് ഡിഫറെന്റ് 3 മെത്തേഡിൽ നമുക്ക് ഇത് രണ്ടാമത്തെ കേസ് വരുന്നത് 3D സ്പേസിലിരിക്കുമ്പോൾ നമുക്ക് ഫിഗർ 3D സ്പേസിലാണെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് മാഗ്നിറ്റ്യൂഡ് ഇവിടെ നമുക്ക് കാണാനുള്ള ഇക്വേഷൻ ആണ്. ഇപ്പൊ തന്നേക്കണ മാഗ്നിറ്റ്യൂഡ് കാണാനുള്ള ഇക്വേഷൻ ആണ് മ്യൂ0 ഈക്വൽ ടു എഫ് ഇൻറ്റു ആർ സൈൻ തീറ്റ എന്നുള്ളത്. ഇനി മൂന്നാമത്തെ കാൽക്കുലേഷൻ വരുന്ന ഇക്വേഷൻ വരുന്നത് ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ എഫ് ഇവിടെ നമുക്ക് ഇതായിരുന്നു നമ്മുടെ ഫോഴ്സ്. ഈ ഫോഴ്സിന്റെ ലൈൻ ഓഫ് ആക്ഷൻ വരുന്നത് ഇവിടുത്തെ ഈ ഓ പോയിന്റിന് പെർപെൻഡിക്കുലർ ഡയറക്ഷനിലായിരിക്കും. അങ്ങനെ പെർപെൻഡിക്കുലർ ആണെന്ന് ക്വസ്റ്റ്യനിൽ എടുത്ത് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, മിനിമം അല്ലെങ്കിൽ പെർപെൻഡിക്കുലർ ആണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ ഈ ഡിസ്റ്റൻസ് ഓയിൽ നിന്നും ഈ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ് ഡി എന്ന് പറയുന്നത്. ആ ഡി ഇൻറ്റു എഫ് ചെയ്താൽ മതി.
അങ്ങനെയാണ് 3 ഇക്വേഷൻ വരുന്നത്. ക്ലിയർ ആണത്? പെർപെൻഡിക്കുലർ മിനിമം ആണെന്നുണ്ടെങ്കിൽ എഫ് ഇൻറ്റു ഡി ചെയ്താൽ മതി. അല്ലാത്ത കേസിൽ എഫ് ഇൻറ്റു ആർ ചെയ്യുക. ഒരു 2D സ്പേസിലാണ് വരുന്നുണ്ടെങ്കിൽ എഫ് ആർ സൈൻ തീറ്റ വരും. അതിന്റെ അതുപോലെ ഒരു ഇക്വേഷൻ മൂന്നാമത്തെ പത്തുള്ള ഒരു ഇക്വേഷൻ വരുന്നത് ഇതേപോലെ. അതായത് ഈ എക്സ് വൈ കമ്പോണന്റ് ഉള്ള കേസിൽ ഇവിടെ നമ്മൾ ഇവിടെ നിന്ന് എടുക്കുന്നത് എക്സ് കമ്പോണന്റും ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്നത് വൈ കമ്പോണന്റും. അങ്ങനെയാണെങ്കിൽ നമ്മുടെ മൊമെന്റത്തിന്റെ ഇക്വേഷൻ വരുന്നത് ആർ എക്സ് ഇൻറ്റു എഫ് ഓഫ് വൈ അതുപോലെ മൈനസ് ആർ വൈ ഇൻറ്റു എഫ് ഓഫ് എക്സ്. ഈ ഒരു ഇക്വേഷൻ 3 ഇക്വേഷൻ ആണ് നമ്മൾ വരുന്നത്. ഒരു ഡൗട്ട് ഉണ്ട്. ഇപ്പൊ ഈ 6 ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ ഹോറിസോണ്ടൽ ഡിസ്റ്റൻസ് ആണോ അതോ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണോ വെർട്ടിക്കൽ ഡിസ്റ്റൻസ് ആയിരിക്കും? ഇവിടെ ഹെറിസോണ്ടലും ആറിന്റെ ഡിസ്റ്റൻസ് പറയുന്നത് ഹെറിസോണ്ടലും വെർട്ടിക്കലല്ലേ വരുള്ളൂ. ഇനി നോക്കിയേ, ഇനി നമുക്ക് ഇതിലത്തെ പ്രോബ്ലം ചെയ്താ ഈ പ്രോബ്ലം, ഈ ലിവറിന്റെ പ്രോബ്ലം കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലൊരു പ്രോബ്ലം ഉണ്ടായിരുന്നു. ഇതല്ല ഇന്നലെ ഡൗട്ട് പറഞ്ഞേ. ഇതിലില്ലേ ഇന്നലെ ഡൗട്ട് വന്നു. അത് എന്താന്ന് വെച്ചാൽ അതിന്റെ ഞാനത് ചെയ്തു പക്ഷെ എനിക്കൊരു ഇവിടെ ഞാൻ ഇപ്പൊ നേരത്തെ ചോദിച്ചില്ല ആറിന്റെ ഡിസ്റ്റൻസ് ഇവിടെ ഇതിന്റെ അകത്ത് ചെയ്ത് AB ആണ് അവരെ ആറിന്റെ ഡിസ്റ്റൻസ് ആയിട്ട് കൂട്ടിയേക്കണേ. പക്ഷെ അത് ആക്ച്വലി അല്ല ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് അല്ലേ വരണ്ടേ, നേരെയുള്ള ഡിസ്റ്റൻസ് അല്ലേ വരണ്ടേ? അതായത് ഇങ്ങനെ നേരെയുള്ള ഡിസ്റ്റൻസ് ആണ് എടുക്കേണ്ടത് അല്ലെ? അല്ല, അതാണ് ഞാൻ പറഞ്ഞത്. ഇവിടെ അവർ ചെയ്തപ്പോഴേ ഇവർ ഈ ആൽഫയുടെ വാല്യൂ മാത്രമേ ഇവിടെ സോൾവ് ചെയ്യുന്നുള്ളൂ. നമുക്ക് ഈ ഇംഗ്ലിന്റെ ആംഗിളും കൂടി കൺസിഡർ ചെയ്യണം. അത് ചെയ്തിട്ടുണ്ടായില്ലേ ഈ കേസിൽ. ഇവിടെ നോക്കിയേ, ഈ 28 ഇട്ടിട്ടാണ് തീറ്റ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് നോക്കിയത് നേരെ ഇരിക്കുന്ന ഒരു കേസാണ്. പക്ഷെ ഇവിടെ ഈ ആംഗിൾ ഇല്ലേ, ഈ ആംഗിളും കൂടി ഇവിടെ സൈഡിലുള്ള ഈ ആംഗിളും കൂടി കൺസിഡർ ചെയ്യണം. എങ്കിൽ മാത്രമേ എബിയുടെ മാത്രം എടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം, ഈ 28 പ്ലസ് ഇതിന്റെ വാല്യൂ 20 ആണ്. ആ 20 കൂടി ഇട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ആൻസർ കറക്റ്റ്. ഞാൻ ചെക്ക് ചെയ്തപ്പോൾ എനിക്ക് അങ്ങനെ കിട്ടിയതാ. അങ്ങനെയാണ് വേണ്ടത് ശരിക്കും. അതായത് ഈ ആൽഫ പ്ലസ് ഈ 20 ഡിഗ്രിയാണ് വേണ്ടത്. ആൽഫയുടെ വാല്യൂ ഇവിടെ നേരിട്ട് തന്നിട്ടുണ്ട്, ഇവിടെ 28 ആണ് തന്നിട്ടുണ്ട്. അപ്പൊ ഈ 28ഉം പ്ലസ് ഇവിടത്തെ ഇംഗ്ലീൻ്റെ ആംഗിളും കാണണം. എങ്കിൽ മാത്രമേ ഇതിന്റെ ഹെറിസോണ്ടൽ ആയിട്ടുള്ളത് കിട്ടുള്ളൂ. അപ്പൊ ഈ 28ഉം പ്ലസ് 20 ചെയ്യുമ്പോൾ 48 വരും. ഈ 48 ഇട്ടിട്ടാണ് ഇത് സോൾവ് ചെയ്യേണ്ടത്. ഇവിടെ കണ്ടോ, ഇവിടെ 28ന് പകരം എന്ത് കൊടുക്കണം, 48 ഇട്ട് സോൾവ് ചെയ്തിട്ട് ആ റിസൾട്ട് ആണ് കൊടുക്കേണ്ടത് ഇവിടെ. 48 ഇട്ടാണ് കൊടുക്കേണ്ടത്. പക്ഷെ അവര് അവിടെ യൂസ് ചെയ്ത 28 അല്ലോ, എന്താ 28 ഇട്ടേക്കണം. അതെന്തോ ഒരു ശ്രദ്ധിക്കാണ്ടാണ് ഇതും കൂടി എടുക്കേണ്ടതായിരുന്നു ശരിക്കും. എന്ന് വെച്ചാൽ ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട് ഇവിടെ 20 എന്നുള്ളത്. ഇവിടെ അതിനാണല്ലോ ഈ ആംഗിൾ കൂടി അവർ തന്നിട്ടുള്ളത്. അത് പക്ഷെ അവര് കൺസിഡർ ചെയ്തിട്ടില്ല, വിട്ടുപോയി തോന്നുന്നു. ഈ ആംഗിൾ ഇതും കൂടി എടുക്കുമ്പോൾ മാത്രമേ ഇതിൽ ഇങ്ങനെ ഫോം ആവുള്ളൂ, ലൈൻ കറക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. ഇവരിവിടെ 2 മെത്തേഡ് യൂസ് ചെയ്യുന്നുണ്ടല്ലേ? 2 മെത്തേഡിലും പറയുന്നുണ്ട്. ഫസ്റ്റ് ഇത് വെച്ചുകൊണ്ട് 1.39 ഇത് വെച്ച് കിട്ടി. ഇത് വെച്ചപ്പോ കിട്ടും. പക്ഷെ ഇതിൽ ഈ 20യും കൂടി എടുത്തിട്ട് ചെയ്യുമ്പോൾ സമയത്ത് നമുക്കത് കിട്ടുന്നത് 73 പോയിന്റ് സംതിങ് ആണ് കിട്ടാം. എന്നിട്ട് അതിനെ ഈ ഇതിനൊക്കെ മൾട്ടിപ്പിൾ ചെയ്ത് കിട്ടുന്നത് 73 പോയിന്റ് കിട്ടും. 73 പോയിന്റ് കിട്ടും. അതിനെ നമ്മൾ വീണ്ടും ആ വാല്യൂ ഇട്ട് മൾട്ടിപ്പിൾ ചെയ്യുമ്പോൾ കിട്ടുന്നത് 2.28 ആണ് ഇവിടെ ശരിക്കും കിട്ടുന്നത് ഈ ആൻസർ. ഇപ്പൊ 1.3 എന്നുള്ളത് ശരിക്കും 2.2, ഏകദേശം ഒരു 2.2. അത് 20 കൂടി വരുമ്പോ പിന്നെ അടിയിലത്തെ ചെയ്ത് കറക്റ്റ് ആണല്ലോ. അടുത്ത് നോക്കിയിരുന്നില്ലേ ഇത്? ഞാൻ മെയിൻ ആയിട്ട് മെറ്റതായിരുന്നു ഈസി ആയിട്ടുള്ള മറ്റേ മെത്തേഡാണ് ഈസി. സെയിം കേസ് തന്നെ. മറ്റേ മെത്തേഡ് എടുക്കുന്ന സമയത്ത് അവർ എന്ത് ചെയ്തില്ല, ഈ 20 ഇവിടെ അവർ ചെയ്തു കണ്ടോ. ഇവിടെ ഈ ആംഗിള് ഈ 28ൽ നിന്ന് 20 മൈനസ് ചെയ്തിട്ട് നമുക്ക് കിട്ടിയ 8 വെച്ചിട്ടാണ് ഈ ആംഗിൾ നേരെ ആക്കിക്കൊണ്ട് ചെയ്തേക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അവിടെ ചെയ്യുമ്പോൾ ഈ 20യും ആഡ് ചെയ്യേണ്ടായിരുന്നു. അത് അവരോട് ചെയ്തിട്ടില്ല മാത്രമേ ഉള്ളൂ. അവർക്ക് 2 ആൻസർ ഒന്നിനും കിട്ടി കാണണ്ട. 2 1 ഒരേ ഇതിൽ തന്നെ കാണിച്ചത്.
ഇനി നമുക്ക് ഇതിന്റെ ഇന്നലത്തെ ഹോംവർക്ക് നോക്കാം. അപ്പൊ ഈ 4 ലെക്ചറിന്റെ ഇതിലത്തെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഹോംവർക്ക് ഈ ഹോംവർക്ക് ക്വസ്റ്റ്യൻ ചെയ്തായിരുന്നു അല്ലെ? ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് ഓക്കെ ആയിരുന്നു. ജസ്റ്റ് ആ 3 ആയിരുന്നു 3 ആയിരുന്നു. ഞാൻ 2 എന്ന് കേട്ടാലും 2 ആണ് നോക്കിയത്. ഇത് 3 ചെയ്യാം. വേറൊരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടായില്ലേ? വേറെ ഒരെണ്ണം ഉണ്ടായിരുന്നു. അത് ചെയ്ത് നോക്കാം നമുക്ക്. ഇത് നോക്കട്ടെ. ഈ ക്വസ്റ്റ്യൻ ഇവിടെ ഇപ്പൊ എയും സിയും അല്ലെ, രണ്ട് റോപ്പുകൾ ജോയിൻ ചെയ്തിട്ടുണ്ട്. കൂടാതെ ഫസ്റ്റത്തെ റോപ്പ് അത് ഒരു സി ഉണ്ട്, ഒരു എ ഉണ്ട്. ബി എന്നൊരു പോയിന്റിലാണ് നമ്മുടെ പാർട്ടിക്കിൾ പോയിന്റ് ബി ആയിട്ടാണ് കിടക്കുന്നത്. ഇനി ഡ്രോയിങ് ചെയ്യുമ്പോൾ അതിന്റെ വെയിറ്റ് ഒരെണ്ണത്തിന്റെ ആദ്യത്തെ റോപ്പിന്റെ വെയിറ്റ് ഡി ആയിട്ടും, അതായത് ഇതിന്റെ ഈ സി പോന്നിരിക്കുന്ന നോക്കി, സിയുടെ വന്നേക്കണത് ഡിയിലേക്കും എയുടെ വെയിറ്റ് പോന്നിരിക്കുന്നത് ഈ ടെൻസ്റ്റൈൽ ടിയിലേക്കാണ് കാണിച്ചേക്കുന്നത്. ഇനി ഇതിന്റെ ഇടയിൽ ഒരു ആംഗിൾ ഫോം ചെയ്യുന്നുണ്ട്, ആൽഫ. ഇത് തീറ്റ ഫോം ചെയ്തിട്ടുണ്ട്. ഇതിന്റെയൊക്കെ വാല്യൂസ് നമുക്ക് ഈ ബോക്സിൽ തന്നിട്ടുണ്ട്. ഇത്രയും ക്ലിയർ ആണോ? മൂന്നും പാർട്ടിക്കിൾ വരുന്നത് ബി ആണ്, എയും സിയും. എയിൽ നിന്നും വരുന്ന വെയിറ്റ് ടെൻസ്റ്റൈൽ ടിയും, സിയിൽ നിന്ന് വരുന്ന വെയിറ്റ് ഡിയും. അതിന്റെ ഇടയിൽ വരുന്ന ആംഗിൾ ആൽഫയും എയും സിയും തമ്മിലുള്ള ആംഗിൾ തീറ്റയും. ഇത്ര നമുക്ക് തന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ നിന്നും മാഗ്നിറ്റ്യൂഡ് ആണ് കാണുന്നത് അല്ലെ. മാഗ്നിറ്റ്യൂഡ് ഓഫ് എഫ് ആണ് കാണാൻ പറഞ്ഞേക്കുന്നത്. ഇവിടെ തന്നിരിക്കുന്നത് മാഗ്നിറ്റ്യൂഡ് ഓഫ് എഫ് ആണ്. നമുക്ക് സോൾവ് ചെയ്യുമ്പോൾ 1067 കിട്ടണമെന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്കൊന്ന് ചെയ്ത് നോക്കാം. അപ്പൊ നമുക്ക് ഇവിടെ തന്നിരിക്കുന്ന വാല്യൂ അനുസരിച്ച് ഓരോന്നിന്റെ വാല്യൂ ടേബിളിൽ നിന്ന് മാറ്റാൻ പറ്റും. വാല്യൂ അതിന്റെ വാല്യൂ എനിക്ക് തോന്നുന്നു 1170 അങ്ങനെയാന്ന് തോന്നുന്നു. 1170 എന്നാണ്. ഹലോ 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 നെറ്റ് കേൾക്കാമോ? പെട്ടെന്ന് കേൾക്കുന്നു. നെറ്റ് പെട്ടെന്നേ എന്റെ നെറ്റ് കട്ടായിരുന്നു. സിസ്റ്റത്തിന്റെ ഒന്ന് കേറട്ടെ.
ഇപ്പൊ ക്ലിയർ ആയില്ലേ? കാണുന്നില്ലേ? കാണുന്നു. അപ്പൊ നമുക്ക് ഇത്രയും തന്നിരിക്കുന്ന വാല്യൂസ്, ആൽഫയുടെ വാല്യൂ അറിയാം, തീറ്റയുടെ വാല്യൂ അറിയാം, ഡി അറിയാം, എഫ് ഓഫ് സി അറിയാം, ജി അറിയാം. അങ്ങനെയാണെങ്കിൽ ആദ്യം നമുക്ക് ആ ടെൻസ്റ്റൈൽ ടി, അതായത് ഡബ്ല്യു ആയിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ ക്വസ്റ്റിൽ ഡബ്ല്യു പറഞ്ഞ പോലെ ഇവിടെ നമുക്ക് ടെൻസ്റ്റൈൽ ആ ഫിഗറിന്റെ എന്ന് പറഞ്ഞേക്കണ ആ ടിയുടെ ഇത് കാണുന്നുണ്ടെങ്കിൽ, ടി കാണുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി? വെയിറ്റ് ഇൻറ്റു നമ്മുടെ ജി ചെയ്താൽ മതി. അപ്പൊ ഇവിടുത്തെ വെയിറ്റ് തന്നിരിക്കുന്നത്, ഡി തന്നിരിക്കുന്നത് 40യും ഇതാണ് നമ്മുടെ ഗ്രാവിറ്റി. അത് ഇത് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് ടി കിട്ടും. 14 ഇൻറ്റു 9.81 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടി കിട്ടും. അത് ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പൊ ടിയുടെ വാല്യൂ അതാണല്ലേ? ഇത് മൾട്ടിപ്ലൈ വെയിറ്റ് ഇൻറ്റു ടി. ഇവിടുത്തെ ടി എന്ന് പറയുന്നത് വെയിറ്റും മാസും, അതായത് ഗ്രാവിറ്റി. അത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്ത് നമുക്ക് ടി കിട്ടും ഈ ക്വസ്റ്റ്യനിൽ. അപ്പൊ അത് ആ ടി എന്ന് പറയുന്നത് മറ്റേ ഫോഴ്സ് പുള്ളിങ് റോപ്പിനല്ലേ? അതന്നെ അതിൽ വരുന്ന ടെൻസ്റ്റൈൽ ടി, അതാണ് ഇപ്പൊ കിട്ടിയത്. ഓക്കെ. ഇനി നമുക്ക് ടി വെക്ടർ ആംഗിള് ആൽഫ ഇത് കേസ് ചെയ്തുകൊണ്ട് ടി ഓഫ് എക്സ്, ഇതിന്റെ ഈ ഫിഗറിൽ നിന്ന് നമുക്ക് ഇങ്ങനെയായിരുന്നു ഫിഗർ, ഒരെണ്ണം താഴേക്കും ഒരെണ്ണം സൈഡിലേക്കും. അപ്പൊ ഇത് വെച്ചുകൊണ്ട് ഇതിൽ നിന്ന് നമുക്ക് അതിന്റെ റിസോൾവ് ചെയ്ത് എഴുതാലോ ഒരെണ്ണം. അപ്പൊ ഇതിൽ ടി ഓഫ് എക്സ് ആണ് കാണുന്നുണ്ടെങ്കിൽ ഇതിന്റെ എക്സിന് ടി എന്ന് കൊടുത്തതുള്ളൂ. നേരത്തെ കൊടുത്ത പോലെ എഫ് ഓഫ് എക്സ് ആണെങ്കിൽ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ഇവിടുത്തെ ഈ ടേം, ഇതിന്റെ ആംഗിൾ സൈൻ തീറ്റ വന്നേക്കണത് ഇവിടെയാണ് 50 വന്നേക്കണത്, 50 ഡിഗ്രി ഇവിടെ വന്നേക്കണം. അപ്പൊ ആദ്യം സൈൻ്റെ എഴുതുകയാണെന്നുണ്ടെങ്കിൽ ടി ഇൻറ്റു സൈൻ 50 ഈക്വൽ ടു, ഇപ്പൊ നമുക്ക് വെയിറ്റ് കിട്ടിയിട്ടുണ്ട്. വെയിറ്റ് കിട്ടിയേക്കണത് ഇപ്പോൾ ചെയ്തപ്പോൾ കിട്ടിയതിന്റെ ആൻസർ കിട്ടിയേക്കണത് 392 പോയിന്റ് ആണ് കിട്ടിയേക്കണത്. ഇത് കൊടുക്കുക 92.4 ഇൻറ്റു ഇതിന്റെ സൈൻ 50 കൊടുക്കുക. ഇത് സോൾവ് ചെയ്താൽ മതി. അതായത് ഈ ടിയുടെ വാല്യൂ ഇപ്പൊ നമുക്ക് കിട്ടിയേക്കുന്നത് 3.92 കിട്ടിയിട്ടുണ്ട്. സൈൻ 50യുടെ വാല്യൂ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഫസ്റ്റ് ടി ഓഫ് എക്സ് കിട്ടും. ഈ ടി ഓഫ് എക്സ് കിട്ടും ടി ഇൻറ്റു സൈൻ 50 ചെയ്യുമ്പോൾ. ടിയുടെ വാല്യൂ ഇതായിരുന്നു, ഇത് ഇൻറ്റു സൈൻ 50 ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടി? ടി അല്ലെങ്കിൽ എഫ് ഓഫ് എക്സ് കിട്ടി. ഇവിടെ കിട്ടിയിരിക്കുന്നത് 101.15 ആണ് എഫ് ഓഫ് എക്സ് കിട്ടുന്നത്. ഇത് ക്ലിയർ ആണോ? അപ്പൊ ഇതുവരെ ഈ രണ്ടും പറഞ്ഞ ക്ലിയർ ആണോ? ടിയും കിട്ടി, സൈൻ 50 ചെയ്തു. ഇനി നമുക്ക് ടി ഓഫ് വൈ കാണണം. വൈയുടെ ഇത് എഫ് ഓഫ് വൈ കാണണം. എഫ് ഓഫ് വൈ കാണണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? ടി ഇൻറ്റു കോസ് 50 ചെയ്യാം. ടി ഇൻറ്റു കോസ് 50 ചെയ്യുമ്പോൾ ഇതേപോലെ 3 ഇൻറ്റു 92. പിന്നെ ഇവിടുത്തെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇവിടുത്തെ കോസ് താഴെ ആയതുകൊണ്ട് ഇത് നെഗറ്റീവ് ആയിരിക്കും. ഈ ആംഗിൾ താഴേക്ക് വരച്ചത് കൊണ്ട് ഈ ടേം നെഗറ്റീവ് ആയിട്ട് വരയ്ക്കണം. ആംഗിൾ ഇത് താഴേക്കല്ല വന്നേക്കണം ഈ ടിയുടെ, അപ്പൊ ഇത് നെഗറ്റീവ് ആയിരിക്കും. അപ്പൊ -392 ഇൻറ്റു കോസ് 50 ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ -378.8 എന്ന് കിട്ടും. അപ്പൊ എഫ് ഓഫ് എക്സും എഫ് ഓഫ് വൈയും കിട്ടി. ഇനി നമുക്ക് ഈ സിയുടെ കേസ് കാണണം. എഫ് ഓഫ് സിയുടെ കേസ് കാണുന്നുണ്ടെങ്കിൽ എഫ് ഓഫ് സിയുടെ വാല്യൂ നമുക്ക് നേരിട്ട് എഫ് ഓഫ് സിയുടെ വാല്യൂ ഇവിടെ നേരിട്ട് തന്നിട്ടുണ്ട്, 800 ആണ് തന്നിട്ടുണ്ട്. അപ്പൊ 800 ആണ് എഫ് ഓഫ് സി വന്നിരിക്കുന്നത്. റൈറ്റ് സൈഡിലേക്കാണ്, അല്ലെ ആരോ പോണെന്ന് നോക്കി, ആരോ പോണത് റൈറ്റ് സൈഡിലേക്കാണ്. എഫ് ഓഫ് സി എക്സിലേക്ക് വരുമ്പോൾ സി, എഫ് ഓഫ് എക്സ് വന്നിരിക്കുന്നത് അത് ലെഫ്റ്റ് സൈഡിലേക്കായിരുന്നു അല്ലേ? അത് രണ്ട് ലെഫ്റ്റ് സൈഡിലേക്കാണ്, എല്ലാവരും ലെഫ്റ്റിലേക്കാണ്. റൈറ്റ് അല്ലേ വന്നേക്കണ ഫിഗർ? നമ്മൾ നോക്കിയേ. എഫ് ഓഫ് സി ആണോ? എഫ് ഓഫ് സി അത് റൈറ്റിലോട്ടാ, എഫ് ഓഫ് എ മുകളിലോട്ടും എഫ് ഓഫ് എ ലെഫ്റ്റിലോട്ടും. എഫ് ഓഫ് എ ലെഫ്റ്റിലോട്ടും എഫ് ഓഫ് സി ആണ് റൈറ്റിലേക്ക് വരുന്നത്. അപ്പൊ എഫ് ഓഫ് എയുടെ കേസിൽ വരുമ്പോൾ എഫ് ഓഫ് എ റിസോൾവ് ചെയ്യണമെങ്കിൽ അത് പോസിറ്റീവ് എടുക്കണം. എഫ് ഓഫ് സി എടുക്കുമ്പോഴും അല്ല, എഫ് ഓഫ് എ നെഗറ്റീവും എഫ് ഓഫ് സി പോസിറ്റീവും വരും. അങ്ങനല്ലേ? അങ്ങനെ വരാം. എഫ് ഓഫ് സി റൈറ്റിലേക്ക് പോകുമ്പോൾ അത് പോസിറ്റീവ് ആയിരിക്കും. എഫ് ഓഫ് എ വന്നിരിക്കുന്നത് മുകളിലേക്കാണ്, മുകളിലേക്ക് ലെഫ്റ്റിലേക്കാണ് പോകുന്നത്. അപ്പൊ ഇതായിരിക്കും നെഗറ്റീവ് വരാം. രണ്ടും ക്ലിയർ അല്ലേ? അപ്പൊ ഇവിടുത്തെ എഫ് ഓഫ് സി എന്ന് പറയുമ്പോൾ എഫ് ഓഫ് എക്സ് സി എന്ന് പറയുന്നത് പോസിറ്റീവ്, ഇതാണ് എഫ് ഓഫ് സി പറഞ്ഞേക്കണത് 18 ന്യൂട്ടൺ തന്നിട്ടുണ്ട്. എഫ് ഓഫ് വൈയുടെ കേസ് നമുക്ക് വേണ്ട, എഫ് ഓഫ് വൈ ഇവിടെ നമുക്ക് 0 ആണ്, അതുകൊണ്ട് അതിന് ആവശ്യമില്ല. ഇനി എ റിസോൾവ് ചെയ്യാം. എ റിസോൾവ് ചെയ്യണമെങ്കിൽ എഫ് ഓഫ് എ എക്സ്, അത് എഫ് ഓഫ് എക്സ് ഇൻറ്റു കോസ് 40. എയുടെ കേസ് എടുക്കുമ്പോൾ കോസ് 40 അല്ല, തീറ്റ നേക്കണം 40 ആണ്. അപ്പൊ ഇത് കഴിഞ്ഞ് രണ്ടാമത്തെ ഇത് റിസോൾവ് ചെയ്യാം. രണ്ടാമത്തെ റിസോൾവ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? ഈ എനെ എഫ് ഓഫ് എനെ റിസോൾവ് ചെയ്യാം. ഇവിടെ എഫ് ഓഫ് എയുടെ എക്സ് കേസ് വരുമ്പോൾ നമുക്ക് എഫ് ഓഫ് എ ഇൻറ്റു
കോസ് 40 ആണ് വരിക. ഇവിടുത്തെ എഫ് ഓഫ് എ വൈ ആണെന്നുണ്ടെങ്കിൽ എന്ത് വരും? എഫ് ഓഫ് എ ഇൻറ്റു സൈൻ 40 വരും. ഇത് നമുക്ക് എക്സ് ഡയറക്ഷന്റെ കേസ് മാത്രം മതി. അപ്പൊ നമുക്ക് ഇതിനെ ആഡ് ചെയ്യുന്ന കേസിൽ 3 കേസാണ് നമുക്ക് തന്നേക്കണം. ഒന്ന് എഫ് ഓഫ് എ എക്സ് പ്ലസ് എഫ് ഓഫ് സി എക്സ് പ്ലസ് ടി എക്സ്, ഈ 3 കൂടി ആഡ് ചെയ്യുമ്പോൾ ഈക്വൽ ടു 0 എന്ന് കിട്ടണം ഇക്വിലിബ്രിയം കണ്ടെത്താനായിട്ട്. അപ്പൊ ഇതിൽ നമുക്ക് എഫ് ഓഫ് എ, ഈ ഫസ്റ്റത്തെ കേസിൽ എന്ത് വരും? എക്സിന്റെ കേസ് വരുമ്പോ എഫ് ഓഫ് എയുടെ കേസ് എടുക്കുന്ന സമയത്ത് ഇവിടെ എഫ് ഓഫ് എ എന്ന് പറയുന്നത് എഫ് ഓഫ് എ ഇൻറ്റു കോസ് 14. സെക്കൻഡ് കേസ് -80 ആയിട്ടുള്ളവർ എടുക്കുന്നത്, അത് താഴേക്ക് വന്നതുകൊണ്ടാണ് -8 എടുത്തേക്കുന്നത് കേട്ടോ. സെക്കൻഡ് കേസ് ഇവിടെ എഫ് ഓഫ് സി എക്സ് വരുന്നത്, സി എക്സ് വരുന്നത് അതൊക്കെ എഫ് ഓഫ് സി ശരിയാണ്, നമ്മൾ റൈറ്റിലോട്ടാണ് വരുന്നത്. അതിന്റെ വെയിറ്റ് ഡി താഴേക്കല്ല വരുന്നത്, ആ ഫിഗറിൽ ഡി താഴേക്കല്ല വരുന്നത്, അതുകൊണ്ടാണ് അത് നെഗറ്റീവ് ആയിട്ട് എടുക്കുന്നത്. അപ്പൊ ഈ എഫ് ഓഫ് സിയുടെ ഈ വാല്യൂ, ഇപ്പൊ എഫ് ഓഫ് എയുടെ വാല്യൂ നമുക്ക് അറിയില്ല, അത് എഫ് ഓഫ് എ ഇൻറ്റു കോസ് 40 എന്ന് കൊടുക്കുക. ഈ ടേം ഡി താഴേക്ക് വരുന്നത് കൊണ്ടത് 800 ന്യൂട്ടനായി താഴേക്ക് വരും. പ്ലസ് ടി ഓഫ് എക്സിന്റെ വാല്യൂ നമുക്ക് നേരത്തെ കിട്ടിയിട്ടുണ്ട് 101.560. ഇതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്താൽ മതി? ഈ എഫ് ഓഫ് എ സോൾവ് ചെയ്താൽ മതി. അതായത് ഇതിൽ നിന്ന് മൈനസ് ചെയ്തിട്ട് അതിനെ അപ്പുറത്തേക്ക് കൊണ്ടുപോകാം, അപ്പോൾ പ്ലസ് ടേം ആവും. ഇതിൽ നിന്ന് മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് ഈ ടേം ഇവിടെ നിർത്തിയിട്ട് എഫ് ഓഫ് എ ഇൻറ്റു കോസ് 40 ഈക്വൽ ടു, ഇത് മൈനസ് ചെയ്യുമ്പോൾ നമുക്കൊരു 698.5 കിട്ടും. എന്നിട്ട് എന്ത് ചെയ്യുക? ഈ കോസ് 40 ഈ എഫ് ഓഫ് എ ആണ് നമുക്ക് കാണുന്നത്. അപ്പൊ എഫ് ഓഫ് എ അവിടെ നിർത്തിയത് എക്സ് ആക്സിസിലെ എക്സ് കമ്പോണന്റിലെ എഫ് ഓഫ് എ ആണ് നമുക്ക് കാണാൻ പറയുന്നത്. മാഗ്നിറ്റ്യൂഡ് ഓഫ് എഫ് എഫ് എ ആണ് ക്വസ്റ്റിൽ ഡിറ്റർമിൻ ചെയ്യാൻ പറയുന്നത്. അപ്പൊ ഇത് നമ്മുടെ നിർത്തിയിട്ട് ഈ കോസ് 40 ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഈ 698.5 ഡിവൈഡ് ബൈ കോസ് 40യുടെ വാല്യൂ, കോസ് 40യുടെ വാല്യൂ ഏകദേശം 0.628 ആണ് തോന്നുന്നു. അപ്പൊ അതുകൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ഇതിനെ നമുക്ക് 0.6228 അങ്ങനെ തോന്നുന്നു. ഇത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ഈ ക്വസ്റ്റിൽ തന്നിരിക്കുന്ന ആൻസർ നമുക്ക് കിട്ടും. ശരിയാണ്. 0.6278 അല്ലേ? 6278 അതന്നെ. അതുകൊണ്ട് അതാണ് കോസ് 40യുടെ വാല്യൂ. അതുകൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് എഫ് ഓഫ് എ കിട്ടും. എഫ് ഓഫ് എ മാത്രം കണ്ടെത്തിയാൽ മതി. അപ്പൊ ഇനി അടുത്ത സ്റ്റെപ്പിലേക്കൊന്നും പോകേണ്ട, ക്വസ്റ്റിൽ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, കാണാൻ പറഞ്ഞേക്കുന്നത് മാഗ്നിറ്റ്യൂഡ് ഓഫ് എഫ് ഓഫ് എ. എഫ് ഓഫ് എയുടെ മാഗ്നിറ്റ്യൂഡ് മാത്രമേ കണ്ടാൽ മതി. ക്ലിയർ ആണ് ഈ ക്വസ്റ്റ്യൻ? മനസ്സിലായി. പിന്നെ ഇനി ഏതായിരുന്നു ഇപ്പൊ ഇതുവരെ? ഇതിലത്തെ 4 കഴിഞ്ഞു. ഇനി ഇതിലത്തെ ഈ 3ാമത്തെ ക്വസ്റ്റ്യൻ ചെയ്തിട്ടുള്ളതാണല്ലേ? 3ാമത്തെ ക്വസ്റ്റ്യൻ ഈ ഹോംവർക്കിലെ ബാക്കി എല്ലാ ക്വസ്റ്റ്യൻ കഴിഞ്ഞോ? ഫസ്റ്റ് ക്വസ്റ്റ്യൻ കിട്ടി, സെക്കൻഡ് കിട്ടി, തേർഡ് കിട്ടിയിട്ടില്ല, ഫോർത്ത് കിട്ടി. തേർഡിൽ എന്താന്ന് വെച്ചാ എനിക്കത് മനസ്സിലാവുന്നില്ല. അത് റൈറ്റിലോട്ട് അവർ ഉദ്ദേശിക്കുന്നത് എന്താന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഡിഫറെന്റ് മാർക്ക്, അതായത് 2 പുള്ളി ഉണ്ട്, അതുമുതൽ 2 ചെയ്തിരിക്കുന്ന 2 ഡിഫറെന്റ് മാർക്സ് ഡിയും ഇയും വന്നിട്ടുണ്ട്. ആ കോർണറിന്റെ സൈഡായിട്ട് ഫ്രിക്ഷൻലെസ് ഹൊറിസോണ്ടൽ റോഡ്, കോളർ സ്ലൈഡ് താഴെ സ്ലൈഡായിട്ട്. കാരണം നമുക്കിപ്പോ AC-യുടെ ടെൻഷൻ കണ്ടുപിടിക്കാമല്ലോ, കാരണം വെയിറ്റ് എന്നുകൊണ്ട്. അപ്പോൾ 200 ടൈംസ് ഗ്രാവിറ്റി തോന്നുമ്പോൾ നമുക്ക് AC-യുടെ ഫോഴ്സ് ആ കേബിളിലുള്ള ടെൻഷൻ കണ്ടുപിടിക്കാൻ പറ്റില്ലേ? AC-യുടെ ഫോഴ്സ് എന്ന് പറയുമ്പോൾ എയുടെ പോയിന്റ് താഴേക്ക് എയിലേക്ക് വരുമ്പോൾ അതിന്റെ താഴേക്കുള്ള ഫോഴ്സും അങ്ങനെ അപ്പോൾ നമുക്ക് AC കിട്ടും. അത് കഴിഞ്ഞിട്ട് ഞാൻ ആദ്യം വിചാരിച്ചത് എന്താന്ന് വെച്ചാൽ പിന്നെ നമുക്ക് ഇവിടുത്തെ സൈഡിലത്തെ ലെങ്ത് നിന്നിട്ടുണ്ട് 7 മീറ്ററും 3 മീറ്ററും. അപ്പോൾ ടാൻ ഇക്വേഷൻ വെച്ചിട്ട് ആംഗിൾ കണ്ടുപിടിച്ച് എന്നിട്ട് പിന്നെ അതിന്റെ ആംഗിൾ കോസ് ആംഗിൾ കണ്ടുപിടിച്ച് P കണ്ടുപിടിക്കാനായിരുന്നു ഞാൻ ആദ്യം ട്രൈ ചെയ്തത്. പക്ഷെ അങ്ങനെ അത് കിട്ടുന്നില്ല, റോങ് ആണ്. ഈ കാണുന്ന ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തിട്ടുണ്ടല്ലോ ഇപ്പത്തെ ഈ 3ാമത്തെ ക്ലാസ്, ഇതിലെങ്ങാണ്ട് അതിലെങ്ങനെ ചെയ്തേക്കണം ഒരു ഇതൊക്കെ നോക്കിയിട്ട് ഈ കാണുന്ന ഒരു ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ? പിയുടെ വാല്യൂ വരുന്ന ഇതിൽ ചെയ്ത പോലെ ചെയ്യാലോ. അത് അങ്ങനെ ഞാൻ ചെയ്തത്, അങ്ങനെ ചെയ്തത്, പക്ഷെ അത് ആൻസർ ഡിഫറെന്റ് ആണ്. തീറ്റ കണ്ടു മറ്റേ ഡിറ്റർമിൻ ചെയ്തു, ഒരു പി കാണുമ്പോൾ ഈ 2.20 ഡിവൈഡ് ചെയ്തുകൊണ്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇത് കിട്ടും അല്ലേ? ഞാൻ ചെയ്ത് നോക്കട്ടെ, ചെയ്തിട്ട് കിട്ടണമെന്ന് നോക്കട്ടെ. ഇതിലത്തെ ആൻസർ കിട്ടിയില്ല, ഇതുപോലെ ചെയ്തിട്ട് കിട്ടിയില്ല അല്ലേ?
ഇല്ല. ഇല്ല. എന്നിട്ട് നാളെ ചെയ്ത് നോക്കിയിട്ട് പറയാം അതെങ്ങനെയാണ്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ അല്ലെ? നാലാമത്തെ ക്വസ്റ്റ്യൻ കിട്ടിയോ? 4ാമത്തെ ക്വസ്റ്റ്യൻ കിട്ടി. കിട്ടി. ഇതില് ബീയിങ് ആണായിരുന്നു. ഓക്കെ. അപ്പൊ ഈ ഫസ്റ്റത്തെ ഇത് കഴിഞ്ഞു. കുഞ്ഞു സെക്കൻഡില് ഇനി നാളെ നോക്കേണ്ടത് നാളെ ഞാൻ ഫസ്റ്റ് ഫുൾ വീക്കില് സെക്കൻഡ് വീക്ക് ഫുള്ള് ഞാൻ ക്വസ്റ്റ്യൻസ് ഞാൻ ചെയ്യാൻ നോക്കാം. എന്നിട്ട് ടീച്ചർ നമുക്ക് എനിക്ക് മനസ്സിലാവാത്ത എങ്ങനെയാന്ന് വെച്ചാൽ ടീച്ചർ ഒന്ന് ബാക്കി പറഞ്ഞു. ഓരോന്നിന്റെ ഇക്വേഷൻ പറയാ. അത് ചെയ്തിരിക്കുന്ന ക്വസ്റ്റ്യൻസ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ. അപ്പൊ ഈ വീക്ക് ഇതുപോലെ ഹോംവർക്ക് ക്വസ്റ്റ്യൻ ഉണ്ടാവില്ലേ? അതുകൊണ്ട് അത് ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. അതൊന്ന് ഷെയർ ചെയ്തിട്ടോ. അപ്പൊ അതും കൂടി രണ്ടും കൂടി ഒപ്പം പോകുമ്പോ ടച്ച് കാണാൻ അങ്ങോട്ട് പൊക്കോളും. അപ്പൊ തന്നെ ക്വസ്റ്റ്യൻ തീർത്തിട്ട് അടുത്തേക്ക് പോവാം. അങ്ങനെ ചെയ്താൽ മതി. അപ്പൊ അടുത്ത ദിവസത്തേക്ക് വരുമ്പോ സെക്കൻഡ് വീക്കും നാളെ നോക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഫുള്ള് നോക്കിയിട്ട് പോരും. ഇപ്പൊ 2 കൂടി വന്നാൽ 2, 2, 4, 8 ക്വസ്റ്റിനെ ഇതിലുണ്ടാവുള്ളൂ. ആ 8 ക്വസ്റ്റിനും ആ 4 ക്വസ്റ്റിൻ എക്സ്ട്രാ തന്നിരുന്ന പോലെ 4 ക്വസ്റ്റിൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നമുക്ക് ചെയ്ത് നോക്കാം. അങ്ങനെ. അപ്പൊ ഇന്ന് പറഞ്ഞത് ഇപ്പൊ ഇത്രയും പറഞ്ഞത് ക്ലിയർ ആണല്ലോ? എല്ലാ ക്വസ്റ്റിനും അതിൽ ഒരു ക്വസ്റ്റ്യൻ പെൻഡിങ് ഉണ്ട്. ഞാൻ നമ്പർ മാറിയിട്ടാണ്. ഞാൻ 2 എന്നാണ് എഴുതിയത്. ഞാൻ എഴുതിയിട്ടുണ്ട്. എവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. 2 ആണ് നോക്കിയത്. 3 പിന്നെ ഞാൻ എടുത്ത് ആ ഭാഗം വന്നിട്ടുണ്ടായിരുന്നല്ലോ എന്ന് വെച്ചിട്ട് നോക്കിയിട്ടുണ്ടായില്ല. നാളെ നോക്കാം. ഓക്കെ. ഓക്കെ. ശരി. താങ്ക് യു.